ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ நம்ம இன்றைக்கி பார்த்தீங்கன்னா ஒரு நல்ல மலையாள படம் ரியாக்ட் பண்ணோம். நல்ல எப்படி தெரியும் நல்ல படம்னு எப்படி சொல்லி போல் போட்டோம். ஆக்சுவலாக ரெண்டாவது தடவை இந்த மூவி போலில் வந்துட்டு செகண்ட் அந்த மாதிரி முடிச்சிச்சு. போன தடவை முடிக்கும் போது நீங்கள் செகண்ட் வந்த படத்தை விட்டுட்டு ஃபோர்த்து வந்த படத்தெல்லாம் பார்த்தீங்கன்னு, நான் ஃபோர்த்து வந்த படம் அவ்வளோ சூப்பராக இருந்தது. செகண்ட் வந்து படத்தை மிஸ் பண்ணிட்டீங்கன்னு சொல்கிறாங்க. நாங்கள் எங்கே மிஸ் பண்ணோம், நீங்கள் தாங்க ஓட் பண்ணிட்டு கமெண்ட் நீங்கள் வந்து பார்த்தே ஆகணும். இது வர மெசேஜும் வர வந்திருக்கு, நிறைய கமெண்ட்ஸ். ஸோ இன்றைக்கி நம்ம பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா அனார்கலி. ஸோ இந்த படம் பார்த்தீங்கன்னா ஒன் ஆஃப் தி ஃபேவரட் ஆக்டர் ஆஃப் வெற்றி. இந்த மூவி யார் டைரக்ட் பண்ணியிருக்கா அப்படின்னு பார்த்தீங்கன்னா நம்ம ஆல்ரெடி இவரோட மூவி ஒன்று நம்ம சேனல் ரியாக்ட் பண்ணியிருக்கோம். அண்ட் இவர் ரிட்டர்ன் பண்ண மூவியும் நம்ம ஒன்று பார்த்துருக்கோம். ஸோ இந்த படத்தோட டேரக்டர் யார் பார்த்தீங்கன்னா சச்சி. ஸோ ஐயப்பன் கோஷம் இவர் தான் வந்து டேரக்டர். அண்ட் இந்த படத்தோட ரைட்டரும் இவரே தான். இந்த படத்தோட காஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா நம்ம ஒரு 3 பேர் மட்டும் சொல்லலாம். இட்ஸ் பிருத்திவிராஜ், சுகுமாரன், பிஜு, மேனன், பிரியால் கோரா. ஸோ இந்த மூவி என்ன ஆண்ட்ரே அதான் சொன்ன ஒரு ரொமான்டிக் மூவி. பட் ஆனால் இங்கே வந்து ரொமான்டிக் த்ரில்லர் போட்டுது. ஸோ ஏதோ ரெண்டு பேர் யாரும் செத்து போயிடுவாங்க நினைக்கிறேன் போல. ஸோ இதுதான் இந்த படத்தோட காஸ்டிங் ஆண்ட்ரே எல்லாமே. ஸோ இதுக்கப்புறம் நம்ம அனார்கலி ரியாக்ஷன். ராஜீவ் மேனன் பிரசன்ஸ். சொல்லு விஜு மேனன் வழங்கும் அனார்கலி. பார்த்தா எனக்கு என்ன நின்ற மூவின்னு இதுதான் இருக்கு. என்ன நின்ற மூவி இல்லை, எனக்கு இதை பார்த்தா அலாவுதீன் மாதிரி தெரியும். அலாவுதீன் இல்லை, எனக்கு அந்த இதெல்லாம் வந்து பார்த்தோன்னா தண்ணி நம்ம ஒரு இது வரணும் கெனா ബ്രിഡ്ജ് ഓഫ് സ്പിരിറ്റ്സ്. എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ട് മട്ടാഞ്ചേരിയിലൊക്കെ നല്ല നെറ്റ്വർക്കുള്ള ആളാ. ഗുണ്ടകളൊന്നും ശരിയാവില്ലടും. അതെ, വസന്ത സഖാ ഇടപെട്ട സ്ഥിതിക്ക് ഇനി അതൊന്നും ശരിയാവില്ല. അതെ, ന്യായം വേണമാടാ. വസന്തേട്ടൻ വിളിച്ചിരുന്നു, ഏകദേശം റൂട്ട് കിട്ടി, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇവരും கிடையாது. മോളൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് നീ പെരക്കാത്തിരുന്ന് പഞ്ചായത്ത് പണ്ടേ പറയുന്ന ഇവളോട് അവൾക്ക് ഒളിച്ചോടി പോകാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന്. അദ്ദേഹം മോളെ കുറിച്ച് തോന്നിയ ദിവസം പറയായിരുന്നു ഇവളെ ഇവന്റെ കെട്ടിയോളം ഞങ്ങൾ നാറ്റിക്കാനാണ് ഇപ്പൊ കൂട്ടു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതാണോടാ മാറ്റം. ഇപ്പൊ കൊള്ളാവുന്ന ഒരു ചെക്കനാണെങ്കിൽ പോട്ടെ, എഡ്യൂക്കേഷനും ഇല്ല കാശും ഇല്ല, തൊട്ട് കണ്ണെഴുതാൻ പറ്റിയ കളറും ഹർഗോലോറിയുടെ പോലത്തെ മോഹന്തേ. അതെ, ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, നമ്മള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. മധു, മോളെ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാം. ഒരു കൗൺസിലിംഗ് നല്ലതാ. വേണം വേണം, പിള്ള മനസ്സല്ലെന്ന് പാളം തെറ്റിക്കിടക്കായിരിക്കും. നല്ലതാ ഒരു കൗൺസിലിംഗ്. വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തന്ന് ചോദിക്കും. ഇതിന്റെ ആക്ച്വൽ ഫീൽ എന്താ? 10-20 കൊല്ലം സ്നേഹിച്ച് വളർത്തിയ പാരന്റ്സിനെ ഉപേക്ഷിച്ചിട്ട് അടുത്തിടെ കാണുന്ന ഒരു സ്ട്രേഞ്ചറുമായിട്ടുള്ള ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള പ്രണയം, അത് എന്താണെന്ന് എനിക്കത്. മനുഷ്യായുസ് മിനിമം 60 വരെയല്ലേ? അപ്പൊ ചാവുന്നത് വരെ 10-35 കൊല്ലം നമ്മുടെ കൂടെ ജീവിക്കേണ്ടത് ഡോക്ടറി പറഞ്ഞ സ്ട്രേഞ്ചർ തന്നെയല്ലേ? അക്കാര്യത്തിൽ ഞാനൊരു ഡിസിഷൻ എടുത്തപ്പോ ഇവർക്ക് ഇതിനടുത്ത ടെൻഷൻ. പിന്നെ അതിന്റെ ഒരു ഫീല്, അതിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ അതിന് മരുന്ന് കണ്ടുപിടിച്ചായിരുന്നു. ഡോക്ടർ റോമിയോ ആൻഡ് ജൂലിയറ്റ് വായിച്ചിട്ടുണ്ടോ? ഖലീൽ ജിബ്രാന്റെ ബ്രോക്കൺ വിങ്സ്, സൽമാ കരാമിയുടെ പ്രണയം വായിച്ചിട്ടില്ല അല്ലേ? அவரு இவங்களுக்கு கவுன்சிலிங் தரல. ಅವ್ರು ಲವ್ ಹೊಂದಿச்சு. ഈ കുട്ടി
പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണല്ലേ? പുസ്തകവും സിനിമയാണ് അവളുടെ മെയിൻ ഹോബി. ആ കുട്ടി വായിച്ചിട്ടുള്ള ഏതോ ഒരു പുസ്തകം അല്ലെങ്കിൽ സിനിമ, തീഷ്ണമായിട്ടുള്ള ഒരു പ്രണയകഥ, ആ കഥയിലെ കഥയോ കഥാപാത്രങ്ങളോ ഈ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പറഞ്ഞു കൊടുക്കണ്ട ഡോക്ടറെ. ഞാനിത് ആദ്യം മുതലേ പറയുന്നത് കഥ തന്നെയാണ്. നല്ല ഉഗ്രം കഥ. പക്ഷെ സിനിമയും നോവലും ഒന്നുമല്ല, നല്ല അസൽ ബയോഗ്രഫി. കാര്യം പറയാം, ഒരു കുഞ്ഞമ്മാവൻ, ഒരു മുങ്ങാങ്കോഴി, ദിവളുടെ അനിയൻ, നേവിയിൽ നല്ല മാണിക്കാത്ത ജോലി, ഒരു ഹിന്ദിക്കാരി പെണ്ണിനെ പ്രേമിച്ചു തൊലച്ചു. അന്ന് ഇവന്റെ അളിയന് വയസ്സ് 25. ആ പെണ്ണ് പോയ വഴിക്ക് പോയി. പക്ഷെ ഇവൻ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് അതും പറഞ്ഞ് നടപ്പോട് നടപ്പ്. ഭാരതയാത്ര. അവന്റെ കഥയുണ്ടല്ലോ, മഹാഭാരതമാണ്, മഹാഭാരതം. അവനാണ് വാൽമീകി. റിയൽ ലവ് സ്റ്റോറി ഇത്രയും ഇൻസ്പയറിംഗ് ആവെന്ന് പറഞ്ഞാൽ ഇയാളിപ്പോ എവിടെയുണ്ട്? ഇന്ത്യയിലുള്ള സകല മണ്ണും ചവിട്ടി തീർത്ത് ഇപ്പൊ ലക്ഷദ്വീപിലേക്കാണ് പോക്ക്. ലക്ഷദ്വീപ്. Love breaks broken sails, tossed, turned by winds of change. Life stays a frozen frame, Mia George. rain paved with sands of time. എക്സ്ക്യൂസ് മീ, കുട്ടി ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. പാട്ട് പോയിന്താണ്. ഇത് 10 നമ്പറിന്റെ കഥ ആഴം കുറവായതുകൊണ്ട് ഷിപ്പ് അടുക്കൂല സാർ. പറഞ്ഞ കാശ് തന്നിട്ട് നടുക്കടൽ ഇറക്കി പിടിച്ചോളും. പിടിക്കും. ഇവിടെ ഇവിടെ എന്താ ആഴമുണ്ട്? 750 മീറ്റർ. ഇറങ്ങി സാർ. തള്ളരുത് സാർ, അങ്ങോട്ട് പോയിരിക്കും സാർ. ഡോക്ടർ അടുത്ത ആഴ്ച വരുന്നല്ലേ മുത്തുപോയ പറഞ്ഞത് ശരിയാ, പക്ഷെ കാര്യം തീർന്നു, ഉടനെ പോന്നു. ഒരു കല്യാണം. ആരുടെ കല്യാണം ഡോക്ടറെ? എന്റെ അപ്പന്റെ. ட்ரோன் அப்பதான் வாங்கியிருப்பாங்க பொழுது. ഏയ് അതെ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ പെർമിറ്റ് ഉള്ളവർ മാത്രം ദ്വീപിലേക്ക് ഇറങ്ങിയാൽ മതി, അല്ലാത്തവരൊക്കെ ഷിപ്പിലേക്ക് തിരിച്ചു പോക്കോളണം. ഏയ് 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 ഇങ്ങനെ വാ, ഇങ്ങനെ മേലക്ക് പോ, മേലക്ക് പോ, മേലക്ക് പോ. അവിടെ കാണിക്കും, അവിടെ കാണിക്കും. അങ്ങ് അങ്ങ് പെർമിറ്റ് എടുക്കും. ഒരു മിനിറ്റ്. സോറി. താങ്ക് യു. എന്റെ പേഴ്സൺ. നല്ല ചൂടല്ലേ? പിടിക്കയാളെ, ആള് ബാഗ് പരിശോധിക്കേ. നേവിക്കാരനാണ്. കംപ്ലീറ്റ് പരിശോധിക്കേ. എന്താ ജമാലെ? ജെമിനി ലാസ്റ്റ് ഡേയാ, കിട്ടി. നേവിക്കാരനാ. അയ്യോ, അതിന്റെ പഴയ ID കാർഡാണ്. സാറിന്റെ ID കണ്ട് നീ മിണ്ടരുത്. സെർച്ച് ഈസ് ബാക്ക്. കംപ്ലീറ്റ് സെർച്ച്. ഇതെന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ? നേവിയെ പോലീസ് പിടിക്കും. സാർ ഇത് കുറെ CD. ഞാൻ പങ്കെടുത്ത കുറച്ച് റിയാലിറ്റി ഷോസിന്റെ എപ്പിസോഡ്സാ. റിയാലിറ്റി ഷോയാ? അമീറെ, കംപ്ലീറ്റ് ഗ്ലാസ് നോക്ക്, നോക്ക്. ചന്ദ്ര സാറല്ലേ? ജമാലെ പേടിക്കോട്ടെ, സ്പോർട്സിലൊക്കെ ഡെപ്യൂട്ടേഷൻ വന്ന ആളാണ്ടോ, പുതിയ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ. அப்ப ஏன்டா സോറി, ഇറ്റ്സ് ഓക്കേ. கடலாழத்துக்கு போயிருந்தது? വെറുതെ ഷിപ്പിലെ പെർമിറ്റ്. ഞാൻ സ്പോർട്സ് സെക്രട്ടറി ആറ്റ കോയ. നമസ്കാരം. പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ ഷിപ്പിലെ വെൽഫെയർ ഓഫീസർക്ക് എന്താണ് അതോറിറ്റി? ഇയാളെ വേഗം ഒരു പിടിക്കാവനെ. അവന് രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. രക്ഷപ്പെട്ടാ ദ്വീപിന് കുഴപ്പമാണ്. ഒന്ന് താങ്ങല്ല, ഒന്ന് പിടി.
നേരത്തെ പിടിച്ച ആളത്. You all right? என்னடா Anyway, thank you, sir. ഇതൊരു സെക്യൂരിറ്റി എക്സർസൈസ് ആയിരുന്നു. ഐ മീൻ മോക്ക് ഡ്രിൽ. ആക്ച്വലി താങ്കളുടെ നേവിയുടെ ID കാർഡ് ഉണ്ടല്ലോ, അത് കണ്ടതുകൊണ്ടാണ് സംശയിച്ചത്. നേവി ഞാൻ ഡിസ്ചാർജ് വാങ്ങി പോന്നിട്ട് കൊല്ലം 11 കഴിഞ്ഞു. എനിവേ അഞ്ചമാ ശാന്തനു, വെൽക്കം ടു കവരത്തി. താങ്ക് യു. ഓക്കെ വാ സാറേ, ഈ പ്രമാണിമാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഇതെല്ലാം പുഷ്പയുടെ മക്കളാ. പുഷ്പ ഇവിടുത്തെ ഒരു ക്ലബാണ് പുഷ്പ. സാറിന്റെ ഷിപ്പിൽ നിന്ന് ചാടി നീന്തിയ. അതെനിക്കൊരു അബദ്ധം പറ്റിയതായി. നേവി സാർ വന്ന പാടങ്ങളിൽ ജമുനയ്ക്ക് തലം വെച്ച് കൊടുത്ത് കടലിലേക്ക് ചാടി. ഒരു നേവിക്കാരനെയാട്ടോ പിടിച്ചു കൊടുത്തത്. ഇത് ഹുസൈൻ, ഫിഷറീസ് ഓഫീസറാ. ഇത് മോഹസിൻ, പഞ്ചായത്ത് മെമ്പർ. മൊയ്തീൻ, ചക്കറിയ, അക്ബർ, മീൻപിടുത്തവും രാഷ്ട്രീയം തന്നെ. ഓ രാജു സാറേ, നിങ്ങളുടെ കരയെന്നുള്ള ആളാ. സ്പോർട്സിൽ ഡെപ്യൂട്ടേഷൻ. സൗണ്ട് അങ്ങനെ കൊള്ളാമോ? മോശമില്ല, ഒരു 1000 രൂപയ്ക്ക് ബില്ല് എഴുതിക്കളാ. ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം ഡയറക്ടർ. കോൺട്രാക്ട് ബേസിൽ അനൗൺസർ ആയിട്ട് ഞങ്ങളുടെയൊക്കെ പേരിൽ ബില്ല് എഴുതും. എന്നിട്ട് പുള്ളി തന്നെ ശബ്ദം മാറ്റി മറിച്ചും അനൗൺസ് ചെയ്ത് കാശ് അടിച്ചു മാറ്റി. അതേടാ, അടിച്ചു മാറ്റി കാശ് കൊണ്ട് ഞാൻ കപ്പൽ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാരും ചേറ്റുവ ഷാജഹാന്റെ ഫാൻസ് ആണല്ലേ? യേശുദാസൊക്കെ ഔട്ട് ആയില്ല സാറ്. ഇപ്പൊ ചേറ്റുവ ഷാജഹാനാണ് ലീഡിങ്. ആലിക്കുട്ടി, ഇന്നതും പരിപാടിയില്ലേ? ശരി, വെള്ളം വന്നാൽ ബലവിടുവാ പോകണം. ഇവിടുത്തെ ഭാഷ കൊള്ളാം. ഭാഷ മലയാളം തന്നെ. ദ്വീപുകാർ തമ്മി പറയുമ്പോ ഇതാണ് ഭാഷ. തമിഴ്, മലയാളം, കുറച്ച് അറബി, എല്ലാം കൂടി ഒരു മിക്സ്. ജസ്റ്റ് ഇത് പറയും. കരയിൽ ജീവിച്ചവർക്ക് ഇവിടെ തങ്ങാൻ വലിയ പാടാണ് സാറ്. ഒരു അത്യാവശ്യം വന്നാൽ കെണിഞ്ഞ് ഷിപ്പ് വരണതും പോണതെല്ലാം പഠിച്ചവന്റെ ഷെഡ്യൂൾ അനുസരിച്ച്. അല്ല സാറെന്ത് ഇങ്ങോട്ട് തന്നെ പോരാൻ? ലക്ഷദ്വീപ് എന്നുള്ളത് പണ്ടാരെ തട്ടിവിട്ട ബടായാണ് സാറ്. ആകെ 10-30 ദ്വീപാണ്ടുണ്ട്. അതിൽ 10 എണ്ണത്തിലെ ആൾ താമസമുള്ളൂ. ഒരു ദ്വീപിന് അടുത്തതിലേക്ക് കപ്പലിൽ പോകേണ്ട ദൂരം ഉണ്ടെന്ന് മാത്രം. പെരുമാള് മതം മാറി 1000 കൊല്ലം മുമ്പത്തെ കഥയാണ്. പെരുമാള് മതം മാറി മക്കയ്ക്ക് പോയപ്പോ ഇഷ്ടക്കൂടലുള്ള മലബാറിലെ ചില അസ്മാദികള് പുള്ളിക്കാരനെ പായ്ക്കപ്പലി അന്വേഷിച്ചു പോയി. തിരികെ കൊണ്ടുവരാൻ കടലിൽ കടന്ന് നട്ടം തിരിഞ്ഞ് അവരിതിൽ അങ്ങനെയാണ് ഇവിടെ ആൾ താമസം ഉണ്ടായെന്നാണ് ഒരു കഥ. പെരുമാള് മതം മാറിയതുകൊണ്ടോ എന്തോ. കുട്ടി കൊടുക്കുന്നത് സിനിമയുടെ നോട്ടീസാ. സിനിമയാ? സിനിമ കാണണമെങ്കിൽ നമുക്കൊരു 300 കിലോമീറ്റർ പോണം സാർ, കൊച്ചി വരെ. ഇവിടെ സിനിമ കാണണൊക്കെ TV. இவங்க மூத்தவன் இருப்பாங்களே அந்த ஊர்ல தான். സാറിന്റെ ഫാമിലി മൂത്തോണി കാണാൻ അതെന്ത് പറ്റി സാർ? മൂത്തോണിക്ക് വെച്ചിരിക്കാൻ കല്യാണം കഴിഞ്ഞാലല്ലേ ഒരുമിച്ച് താമസിക്കാൻ പറ്റും. അങ്ങനെ ആട്ടെ, ആൾക്ക് ഇവിടെ ഉണ്ട് നാട്ടില. ബൈക്ക് ഇവിടെ വെക്കുന്നുണ്ട് സ്പോർട്സ് കൗൺസിലിന്റെ. അല്ല, ഇതിനൊരു ഹെൽമെറ്റ് വേണ്ടേ? 5 അടി വീതിയുള്ള റോഡും 15 കിലോമീറ്റർ സ്പീഡും. ഇവിടെ ആരെങ്കിലും ഹെൽമെറ്റ് ഒന്നും ഇല്ല സാറേ. ஆமால இங்க திருண்ண எங்க எடுத்துன்னு போகணும்? இங்கே தான் இருக்கணும். 15 days சோலார் பேனல், அது லைட் ஸ்ட்ரீட் லேம்ப். ஸோ வித் சோலார் பேனல். ഗുഡ് മോർണിംഗ് ഡോക്ടർ. സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാ? വെറുതെ. ഇവിടെ ഈ ജയിൽ എന്താ ഇങ്ങനെ? നാട്ടുകാരൊക്കെ കൂടി പൂട്ടിച്ചതാ. അയ്യോ, അത്രയ്ക്ക് പ്രശ്നക്കാരാ? ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലല്ലേ മാഷെ പിടിച്ചകത്തിടാൻ പറ്റും. നോ ക്രൈംസ് അറ്റ് ഓൾ. റൈറ്റ്. ഡോക്ടറെ, ഇവിടുത്തെ നേവൽ ബേസിലേക്കുള്ള വഴി എങ്ങനെ? വാട്ടീസപ്പിക്കാനുള്ള പോക്കാ അല്ലേ? മിലിറ്ററി ആകുമ്പോ നല്ല സാധനം വിശ്വസിച്ച് കഴിക്കാൻ. അത് ശരി. ഇക്കണക്കിന് മാഷ് ഇവിടെ ഉടനെ. അതെന്താ അങ്ങനെ? ലക്ഷദ്വീപ് മുഴുവനുമേ ഡ്രൈ ലാൻഡ്, ഒരു തുള്ളി പോലും കിട്ടത്തില്ല. ശരാ, ഇത് വലിയ കഷ്ടമാണല്ലോ. ഞാനിടയ്ക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ 2-3 കുപ്പി കൊണ്ടുവരും. എന്റെ ബാഗ് അവര് തപ്പത്തില്ല. ഡോക്ടറെ സമ്മതിക്കണം. കിട്ടിയില്ലെങ്കിലേ ക്വാർട്ടേഴ്സിലേക്ക് വാ, ഇന്നത്തേക്കുള്ളത് ഞാൻ തരാം. പിന്നെ ശീലമാക്കണ്ട. ഓക്കെ, അപ്പൊ ഞാൻ വെള്ളവടി തുടങ്ങുന്ന ദിവസം ഡോക്ടറിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഒരു വരവ് വരുന്നുണ്ട്.
അല്ല ഡോക്ടറെ നേവൽ ബേസിലേക്കുള്ള ஒரு വഴി வாட்டி இப்போ அந்த பொண்ணு குடி திருட்டு தரமா எத்தனை தெரிஞ்சிச்சு. എന്താണ് സക്കറിയ ഇല്ലേ? സക്കറിയ സാറ് നാട്ടിൽ പോയേക്കണ്, ഒരു മാസം കഴിയും. എപ്പോഴാ പോയത്? ഇന്നലെയാണ് പോയത്. വീട്ടിൽ വല്ലാത്ത എന്തോ അത്യാവശ്യം വന്നിട്ട്. ഈ അല്ലെങ്കിൽ വേണ്ട. நீ சொன்ன மாதிரி தான் நினைக்கிறேன். நீ சொன்ன மாதிரி தான் நினைக்கிறேன். என்னது? ட்ரோன் ஒன்று வாங்கிட்டு இருக்கிறாங்க. இப்போதான் தலைவர் உண்மையிலே ஒரு பார்த்துக்கோ இவரை. ഇവർ ആരെന്താ പത്രം ഇത് സ്നേഹത്തോടെ വിളിച്ചിരിക്കുന്നു. സ്നേഹമുള്ള ദ്വീപ് നിവാസികളെ, മറുനാടൻ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ആറ്റുനാട് സേകോയ മകൻ ജീലാനിയും ഉമ്മേറ്റത്തെ ഹുസൈൻ മകൾ ആമിദയും വിവാഹിതരാകും. കുറച്ചല്ലേ ആയുള്ളൂ. ബോറടിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് ഇറങ്ങ്, റെക്കോർഡിംഗ് ഒക്കെ കണ്ടുപിടിക്കുക. അനൗൺസ് ചെയ്യാവുള്ളൂ അല്ലേ? ഹലോ സാറേ, മൊയ്തീൻ എന്തായാലും വിളിക്ക്. ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇവാക്വേഷൻ ഒന്നും വന്നിട്ടില്ല. അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത 4 ദിവസത്തേക്കും ഷിപ്പില്ല. അപ്പൊ എന്തെങ്കിലും ഇവാക്വേഷൻ ഓർഡർ ആയിരുന്നെങ്കിൽ അവനെ ഹെലികോപ്റ്റർ കയറ്റി കൊച്ചിക്ക് വിടായിരുന്നു. ഷിപ്പ് ഇല്ലാത്തപ്പോ ഇവിടുന്ന് കൊച്ചിക്ക് ചോപ്പർ സർവീസ്? അങ്ങനെ സർവീസ് ഒന്നുമില്ല. ഇവിടെ ആശുപത്രിയിൽ പരിമിതമായ സൗകര്യമൊക്കെ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും അസുഖം സീരിയസ് ആയ ഇവിടുന്ന് കൊച്ചിയിലെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അത്ര സീരിയസ് അല്ലെന്ന് സുഫ്രണ്ട് പണി പോകും. രോഗി ലക്ഷങ്ങൾ ഫെനാൽറ്റി കിട്ടില്ല. കിട്ടിപ്പോയതാ. Nitrogen narcosis or rupture of the deep or the Martini effect. ഈ 3 പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. കേട്ടിട്ടില്ലേ? ഇല്ല. നിങ്ങളിൽ ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആരും അറിയാതെ ഒരു 2 എണ്ണം. സാറ് കമ്പനിക്ക് ആളത്തെ പോയല്ലേ? എനിക്ക് കമ്പനിക്ക് നിങ്ങളാരും പോരാ മക്കൾ. പറ, ആരെങ്കിലും. സാറേ, ഇജാസ് കഴിച്ചിന്. ഒന്ന് സാറേ, ആകെ ഒരു തവണ. അതും പുറത്തിറങ്ങാൻ ഫിരണ്ട് പുറത്താക്കും. പുറത്തറിയുന്നില്ലല്ലോ. എങ്കിൽ ഇജാസേ, നീ പറ, മദ്യപിച്ച് കഴിയുമ്പോ എന്താ തോന്നുന്നു? സാറേ, ഈ കോളുള്ള നേരം ബോട്ടിൽ പോകണ്ടല്ലേ, ഈ വെയിറ്റ് ഒക്കെ പോയിട്ട് ഇടയ്ക്ക് ബാലൻസ് ഒക്കെ തെറ്റും. പിന്നെ ഭയങ്കര ധൈര്യവും. കേട്ടല്ലോ, മദ്യപിച്ച് കഴിയുമ്പോ ഉണ്ടാകുന്ന മദ്യപിക്കാതെ തന്നെ ഒരു ഡൈവർക്ക് അനുഭവപ്പെടും. എപ്പോ? ഓപ്പൺ സീയിൽ 30 മീറ്റർ ഡെപ്തിന് കൂടുതലിലേക്ക് ഡൈവ് ചെയ്യുമ്പോൾ. ഈ അവസ്ഥയാണ് നൈട്രജൻ നാർക്കോസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും 30 മീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. ശരി, എങ്കിൽ ഇന്ന് നമ്മൾ 30 മീറ്റർ ക്രോസ് ചെയ്യുന്നു. റെഡി? റെഡി സർ. ആ കോയ, ഈ 4 സിലിണ്ടറുകളും മാറ്റി വെക്കണം. ഇതിൽ കാർബൺ മോണോക്സൈഡ് മിക്സ് ആയിട്ടുണ്ട്. അത് പ്രശ്ന വിഷവാതകമാണ്. ശ്വസിച്ചാ കൂടിപ്പോയാൽ 4 മണിക്കൂർ ആളുടെ കാറ്റ് പോകും. ഇതാര് ചെയ്ത്? ആരും ചെയ്തല്ലോ. കംപ്രസറിലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ലീക്കായി അതിലെ ഹൈഡ്രോ കാർബൺസ് മിക്സ് ആകുമ്പോൾ താനേ ഫോം ആകുന്ന. Good morning, sir. I'm sorry I flouted your mission that day. Oh no, that's okay. I am Dheeraj Iyengar, sub-lieutenant. ഇന്ന് എനിക്ക് ഷോർ പെട്രോൾ ഡ്യൂട്ടിയാണ്. മലയാളം ട്രെയിനിങ് കൊച്ചിയിലായിരുന്നു. സോ ഡീപ് സീ ഡൈവിംഗില് സാറുടെ പേരിൽ there's a record, right? അത് റെക്കോർഡ് ഇടാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. Oh, so was that a rescue mission? പത്രത്തിൽ പേരും ഫോട്ടോയും വരാൻ വേണ്ടി ചെയ്ത. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് കുറെ നാളായിട്ട് മിസ്സിംഗ് ആണ്. നോ കോണ്ടാക്ട്. പത്രത്തിലെ ഫോട്ടോയും വാർത്തയും കണ്ട് വിളിച്ചാലോ എന്നൊരു പ്രതീക്ഷ. അങ്ങനെ ചെയ്തു പോയതാ. റൈറ്റ്, I'll see you around. ഇവിടുത്തെ നേവൽ ബേസിൽ നസീബ് ഇമാം എന്ന പേരുള്ളൊരു സബ് ലെഫ്റ്റനന്റ് ഉണ്ട്. അവൻ്റെ പേരും പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ നാദിരയുടെ ബ്രദറാണോ എന്നൊരു സംശയം. ആണെങ്കിൽ എടാ, അവളെ പറ്റി എന്താ ഏതാന്ന് അറിയാനുള്ള അവസാനത്തെ ഒരു മാർഗമാണവൻ. എടാ, ഞാൻ നേരിട്ട് അവിടെ ചെന്നാൽ അവൻ ചിലപ്പോൾ എന്നെ ഐഡന്റിഫൈ ചെയ്യും. അതോടൊക്കെ തീരും. ഇക്കാര്യത്തിലൊരു ചാൻസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒന്ന് എനിക്ക് വേണ്ടി.
ചാടി ചാവടാ തെണ്ടി. വയസ്സ് 40 ആവാറായി. നാണം കെട്ടവൻ. എന്നിട്ട് നടക്കുക തൊലിഞ്ഞ പഴയൊരു പ്രേമത്തിന്റെ കാര്യം പറഞ്ഞോണ്ട്. ഈ കാര്യത്തിലെ പണ്ട് നിനക്ക് കൊട പിടിച്ചോണ്ട് എന്റെ ജീവിതം കല്ലത്തായത്. അതിനെയല്ലടാ നമ്മൾ വിധി എന്ന് പറയുന്നത്. വിധിയല്ലടാ, തരിപ്പ്, കുത്തിത്തരിപ്പ്. പിന്നെ ഈ ലൈറ്റ് ഹൗസിൽ ജോലിയും കിട്ടി, നെഞ്ചത്തെ രോമോ നരച്ച് ഒടുവിലൊരുത്തെ കെട്ടുന്നായപ്പോ മനസ്സമ്മത്തിന്റെ തലേന്ന് അവൾ വേറൊരുത്തൻ്റെ കൂടെ വിളിച്ചെടുക്കുക. പാസൂഷി ഞാൻ എന്തായി തെണ്ടി. ഈടാ പെണ്ണ് കെട്ടുന്നാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? എനിക്കതെ. അങ്ങനെയാണെങ്കിൽ നിന്റെ 3-ാം കെട്ട് ഞാൻ നടത്തിട്ട്. എന്റെ അപ്പൻ ചത്തിട്ട് 10 കൊല്ലം വേണം നാറി. വിടുപോയാ അവൻ തല്ലട്ടെ, നീ തല്ലടാ. ഒരേ ഒരു ബാക്ക് ഡ്രാപ്പ് ഇട്ടുക. Navy first 2004. कोई लाया नहीं अब तक मोहब्बत की खबर, या मोहब्बत में रूमियों की कहानी। ये वो आग है जो जला दे, मोहब्बत है धोखा, हकीकत नहीं है। राहत क्या है मोहब्बत, मेरे दिल से पूछो मोहब्बत की बातें, मोहब्बत के दिन और मोहब्बत की रातें। चेहरे पर मोहब्बत की कितने अफसाने लिखे हैं। देवदास, हीर रांझा, लैला मजनू। मोहब्बत कमजोर नहीं, जो मोहब्बत में मर गए वो अमर हो गए। प्यार में मर के अनारकली को क्या मिला? सलीम तो जहांगीर बन के जिया भी। आज भी दुनिया अनारकली और सलीम के नाम एक साथ लेते हैं। अनारकलिया। मौत और मोहब्बत, इससे बड़ा कोई सच नहीं। मोहब्बत मोहब्बत क्या है मोहब्बत। അയ്യോ ടൈഗർ ഇമാം. It's a wonderful performance. Thank you. Thank you very much. ഒറ്റയ്ക്ക് ചലना चलिए अरे चलना यार चल मैं तुमको देखा ऐसे Get me the program for the evening. Sir. Where's this program in the set? Cut the sound and the light. Now. हम तुम सर അയ്യോ കറണ്ട് പോയല്ലോ. കറണ്ട് പോയതല്ല, ആരും ഓഫ് ചെയ്തതാ. ഓഫ് ഏത് മറ്റവനാണ് ഓഫ് ചെയ്തത്? പാടിക്കൊണ്ടിരിക്കപ്പെടാം നിന്റെ കോപ്പിലെ. എന്റെ സ്വഭാവം എനിക്കറിയില്ല. ആരും ഓഫ് ചെയ്തത്? നീയാണോ? What the hell are you doing? എന്തോ നോക്ക്. Congratulations. Keep it up. Okay. ചിത്ത തിരക്കണ്ട പോലെ വേഗം വാ. ए शानरू सुपर यार, कमाल Super कर bomba रहा है। விஸ்வரூபம் மச்சான். அந்த இது 10 வயசு போடுவாரு. தசவர்மா. தசவர்மா. ஒரு ரைட் அவர். Khalifullah sir. Sub-Lieutenant Shanthanu Varma, Kochi. Sir. 13 disciplinary violations in the academy. Lieutenant Zacharia, Tanavaruni, Chief Petty Officer. Sir. Most disciplined, obedient, and well-behaved midshipman in the academy, and no disciplinary violations at the base. Sub-Lieutenant Shanthanu, you sing well and you dance well, but this is not the place for it. This is a place of discipline. The Indian Navy is meant to be a place for men of arms. So if I say you're the wrong recruit, I'm sure you'll agree. Sir, I disagree, sir. Aren't all the arms we need for hugging each other? Shut up! Disrespectful rascal!
Get out! Sir. And you, Lieutenant Zacharia, you will get your first red mark on your record. Thanks to your friend. Now get out. Sir, please. I said get out! Sir. സമാധാനമായിട്ടാണ് തെണ്ടി. ഈ സ്റ്റേജിൽ കയറി അലമുണ്ടാക്കിയത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞോടാ എനിക്ക് സ്റ്റേജിൽ കയറി പാടണമെന്ന്. ഓടാനല്ലേ അയാളുടെ മോളെ കയറി വളയ്ക്കാൻ പറഞ്ഞ. இவருக்கெல்லாம் பேக்ரவுண்ட் மியூசிக் போடுறாங்க. അതെനിക്കുള്ളതാ. നീ പടാ തെണ്ടി. വാട്ട്? അത് അവനുള്ളതാ. Role of the director. Good morning. It's common courtesy. जब आपको कोई गुड मॉर्निंग विश करे तो आपको उसे वापस विश करना चाहिए. അതെ, നമ്മളിങ്ങനെ ഇറ്റ്സ് നോട്ട് വെരി അല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ചിങ്ങനെ സംസാരിക്കുന്നതിൽ ചെറിയൊരു അപകടമുണ്ട്. അതെന്താ? ബേസിലൊരു സംസാരമുണ്ട്, നമ്മൾ തമ്മിൽ എന്തോ ഒരു ഇഷ്ടത്തിലാണെന്ന്. Oh my God. Really? അബ്ബായിക്ക് ഇത് അറിയാവുന്ന പതാനഹി. But അങ്ങനെ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒന്നും സോറി मैंने सोचा कि ഞാൻ വെറുതെ सॉरी. वन साइड தான் இவ்வளவு அளவு போறியா? उसका दिल टूट गया. மொட்டை அந்த பொண்ணு சிரிச்சு டென்ஷன் ஆயிடும். நானும் அதான் யோசிக்கிறேன். அதே மாதிரி திச்சிச்சுடா அவ்வளோதான்டா. ஒரு ரவுண்டு போயிட்டு வரதுக்குள்ளேவா? சரி சரி, ரொம்ப ஃபாஸ்ட் ஆகுறாங்கடா. मैंने तो ऐसे ही कह दिया था कि कुछ नहीं है. എല്ലാന് ഞാനും വെറുതെ പറഞ്ഞതാ. Really? Really. जब सबको पता चला तो प्यार किया तो डरना क्या? कोई देख लेगा. ഞാൻ പിന്നെ സംസാരിക്കാം. அந்த கேப்டன் அமெரிக்கா ஆன் யுவர் லெஃப்ட் அப்படின்னு ஒரு ரவுண்ட் வரதுக்குள்ள மைண்ட் மாறிச்சோம். ஏப்ரல் ஃபூல். ഇവനാണ് നാരായണന്റെ മോള്. കരയാണോ? അടുത്ത നീ എവിടെ പോകുന്നു? ഇവിടെ വരാൻ. അതെ, ആൾക്കാർക്ക് നോക്കണം. क्या कर रहे हो यार? हम मजाक कर रहे थे. We were just joking. Yeah, just joking. Come on, I like you. I mean, I love you. ஓ, இதுதான் அந்த பிராங்க் சொன்னதா அவரு? Really, I love you. அவ்வளோ பண்ண போறான்னு நினைக்கிறேன். அவ்வளோ பண்றான்னு நினைக்கிறேன். இல்லடா, ஏப்ரல் ஃபூல். गुड मॉर्निंग. दे स्टाइली. No. Yeah, सब लोग. Everybody is watching us. I'll talk to you later. Bye. Hey. April Fool. இந்த பிஜிஎம் வருதுல்ல, அதுதான் சாங் வரும். சொல்லுவிய என்ன சொல்லுவிய பாடி கேட்டு இந்த பாட்டு இல்லடா, அந்த பாட்டு. കോടി പുണ്യമായി വരും
മുകിൽ മേഘജാലമീ ദിനം നാം പൂത്തുപോയൊരാധാരമുന്തിരി ചിതറിയ ചെറുതരി വെളിച്ചം മൺചുരങ്ങൾ ഇതുവഴി മെല്ലെ വന്നൊരുമ്മ തന്ന കരണിയേ നീല നീല നദിയുടെ മാരുലഞ്ഞ മെയ്ത ரெண்டு ஒரே இடத்துல போடுது சேஞ்சிங் உண்டா अरे हराम जाने हाथ में लगा मेरी बेटी को இவ்வளோ பேர் என்ன பண்ணியிருந்தாங்களா This bastard molested my daughter मारो साले को गिनती खाने के और इनमें था Stop it! तो अभी तो अब्बा, अगर आप उसे मारना चाहते हैं तो मुझे भी मारिए। வீட்டு மாப்பிள்ள அப்படின்னு சொல்றாங்க. அதிகாரம்லாம் வெளில தான் போல டிடென்ஷனோட பண்ணதுக்கு டிடென்ஷன் கொடுக்காம இதெல்லாம் ஒரே டிடென்ஷன் ஆர்டர் அப்படியா அஃபிஷியலாக தான் ഇത്ര വലിയ ഒഫൻസ് ആണ് വെറുതെ വരട്ടേടാ കോർട്ട് മാർഷൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുക നോക്ക് கூப்பிட்டு கொடுப்பாங்க கூப்பிட்டு கொடுப்பாங்க லெட்டர் ഞാനാണ് നിങ്ങളുടെ രണ്ടുപേരും ചൂട് കൂട്ടി മുട്ടിച്ചു ஆமாடா பாவண்டா அவ்வளோ மிச்சி பேர் என்ன பண்ணது എനിക്ക് You may read the charge. Charge against the first accused. You, Shanthanu P, Sub-Lieutenant, have forcibly kissed and molested Miss Nadira Imam, daughter of Jafar Imam, only 15 years old, on the 15th of April at 2 p.m. അവൾക്ക് 15 വയസ്സേ ഉള്ളൂ. പോക്സോ ആക്ട് தான் கிழிஞ்சிது போ. How do you plead? Guilty or not guilty? സർ ആ കുട്ടിക്ക് 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് അറിയില്ല. Sir, let him speak English or Hindi, not in regional language. I didn't know she was just 15 years old, sir. That means he's pleading guilty. Mr. Prosecutor, please sit down. Mr. Shanthanu, your answer should either be a yes or a no. No, sir. Okay, let's proceed with the next charge. Charge against the second accused. You, Zacharia KV, Lieutenant Signals Officer, have admitted and hereby supported the first accused in committing molestation of Miss Nadira Imam, daughter of Jafar Imam, aged 15 years, on the 15th of April at 2 p.m. How do you plead? Guilty or not guilty? Not guilty, sir. The case is posted for trial on the 17th of August. 15 വയസ്സ് പൊണ്ണി ആ ഒരു കിരിക്കിരി പണിക്കാര്. സോറി, ഞാൻ ഹെൽപ്ലെസ്സാ. ഒരു ഡിഫൻസ് കൊടുക്കാനില്ല. എന്ന് വെച്ചാൽ കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ. പ്രായം 16 താഴെയാണെങ്കിൽ കുട്ടിയുടെ സമ്മതത്തോടുകൂടി ആണെങ്കിൽ പോലും അതൊരു ഒഫൻസാണ്. അതിനെ കണ്ടാ തോന്നണ്ട 15 വയസ്സാ. യൂറിയ ഫോസ്ഫേറ്റ് കിട്ടും പെരുപ്പിച്ച് നിർത്തിരിക്കല്ലേ ആൾക്കാരെ പഠിപ്പിക്കാൻ. അതൊക്കെ പോട്ടെ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്റെ മേത്രയായിരുന്ന കുറ്റം? ഞാൻ പറഞ്ഞു എന്നോട് അവളെ പിടിച്ച് ആരും വരാൻ നോക്കാൻ ഷവർ റൂമിന് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള അലിഗേഷൻ. അതിന് സാക്ഷി പെൺകുട്ടിയുടെ അച്ഛൻ റിയർ അഡ്മിറൽ ജാഫർ ഇമാം. മാക്സിമം പോയ എന്താ ഉണ്ടാവുക? തെളിഞ്ഞാൽ മോറൽ ടേർപ്പിറ്റ്യൂഡിന് ഡിസ്മിസൽ ഉറപ്പാണ്. കിസ് ചെയ്തോ എന്ന ചോദ്യത്തിന് ആ കുട്ടിയുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ Yes or no? Yes or no?
Yes. That may be recorded, sir. I have no more questions. The guilt against the accused is proved beyond doubt. No. He is not guilty, sir. We are in love. I love him. See, Miss Nadira, it's absolutely irrelevant whether you love him or not. The issue in question is... Actually, Mr. Prosecutor, stop counseling her. ரொம்ப இரிட்டேட் ஆகுது. The court will be in session for 1 hour. அங்கேயே ஃபால்துருக்கணும். ஏன் ரீஜினல்ல பேசினா என்ன? വിധി പറഞ്ഞ നിങ്ങളെ സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാർ? എടോ, മനുഷ്യപ്പറ്റില്ലാത്ത കുറെ ആളുകൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ക്യൂ നിൽക്കുക. ഒന്നേ ഉള്ളൂ ചെയ്യാൻ, സ്വമേധയാ ഡിസ്ചാർജ് വാങ്ങി പിരിയുക. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഗാർഡിലോ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലോ കയറി പറ്റും. ടെർമിനേഷൻ ആണെങ്കിൽ പിന്നെ ക്രിമിനൽ പ്രൊസീഡിങ്സ്, ജയിൽ, യു നോ, ഓൾ ദാറ്റ്. only government ஜட்ஜா பண்ணிருந்தாரு. ஆமா, ஒரே மலையாளம் தான் பேசுறாரு. அதனால தான் அவர் தனியாக கூப்பிட்டு நம்ம பசங்க அப்படின்றதுனால சொல்கிறேன். ஆமாப்பா, பிஜு மேனன் கிட்ட இன்னும் போய் எட்டி பார்த்தது மாட்டீங்க. தண்ணி கேன் போட வந்தேன் சார், நான் அந்த மாதிரி தான் மாட்டிக்கிறேன். இதான் சொன்னார் போல, உங்க கூட சும்மா இருந்ததுக்காக ஜெயிச்சேன். പ്രേമം തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പക്ഷെ ഇതുപോലെ അസ്ഥിക്ക് പിടിക്കുന്നതിന് കാര്യമായിട്ടൊരു കാരണം വേണം. ഈ പറഞ്ഞതിൽ അതിന് മാത്രം എന്താടാ ഉള്ളത്? ഇതുവരെ പറഞ്ഞതിലൊന്നുമില്ല. അതുണ്ടായത് പിന്നീടാണ്. It's a childish prank that has spoiled this man's career and life. नहीं ना यार अंकल, ऐसा नहीं है. I'm serious about this. I'm serious about him. Serious? You're only 15. You're not mature enough to take a serious decision about this. That's what the law says. ഇവൾക്ക് ഇവിടെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്തതാ പ്രായം. സീരിയസ് ആണത്രേ. 5 കൊല്ലം കഴിഞ്ഞ് ഇവളോട് ഇതേക്കുറിച്ച് ചോദിച്ചാ ഇവള് തന്നെ ചിരിക്കും. Do you think so? Five years. ठीक है. After 5 years, I will show you. I will convince you. All of you. ഒരു 15-കാരിയുടെ വാശിയേറിയുള്ളൊരു വെല്ലുവിളി. അപ്പോൾ അത്രേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷ എവിടെയോ കിടന്നു. அது சும்மா வாயில் 50 வருஷத்துக்கு தான் நான் சொல்லியிருக்கேன் வந்து. அதனால தான் அவர் தேடி சுற்றி நிற்கிறாரு போல. എന്നിട്ട് 10 வருஷமாக தேடுங்கிறாரு. 5 കൊല്ലം കഴിഞ്ഞിട്ട് അവള് റെസ്പോണ്ട് ചെയ്താ? എങ്ങനെ? ഒരു ബോംബ് പൊട്ടിക്കുന്നു. പാവം കുറെ ആയിപ്പെങ്ങില്ലേ കിടന്ന് പടച്ചവനെ ബീലി വന്നാൽ നിങ്ങൾ ബാക്കി എന്നല്ല ഇത് ചതിയല്ലേ റബ്ബേ. വണ്ടി വിട്, ഓളെ വിടായല്ല. ആളോളാണ് ഈ വക മുഴുവൻ പ്രശ്നം എന്നോടാ? മനുഷ്യന്റെ മനസ്സമാധാനം കളയാൻ പ്രേമം. നീ വണ്ടി എടുക്കും. എന്തുകൊണ്ടാണ് പോകാത്തത്? ഡോക്ടർ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. ഇഷ്ടമുള്ളവർ ഒന്നിക്കുന്നത് കഥയിലും മറ്റുള്ളവരുടെ കാര്യത്തിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അയാളെ വരുന്നതിന് മുമ്പ് എടുത്തോണ്ട് പോകാൻ പറ രാജീവേ.
ഹലോ, എന്താ താമസം? ഒക്കൂടെ? ഒരു നേവി സ്റ്റാഫ് കൊച്ചിക്കുണ്ട്, ഇപ്പൊ വരും. See, this is an air ambulance. I am the medical superintendent and I certified the evacuation. Patient can't wait for any Navy staff. Don't worry, ma'am. It's only a matter of 5 minutes. We will make it up in flying. How can you say? ഡോക്ടറെ, മുടിയാനായിട്ട് അവൻ അമ്മനെ കെട്ടിക്കാൻ ഇല്ലാതവനാണോ വരുന്നു? ഒരു അഫയറിന്റെ തീ പുറകിൽ എവിടെയോ ഉണ്ടല്ലോ ഡോക്ടറെ. ആ ഉണ്ട്, ആർക്കതില്ലാത്തത്. അതാ ഉള്ളു. സ്റ്റോപ്പ്. ഇതൊന്നും ശരിയാക. എന്താ ഡോക്ടറെ, എന്തേലും കൊണ്ടുപോകണോ? മരുന്ന് മാറ്റോ? ആ ഉണ്ട്. മരുന്ന് നിനക്കുള്ളത്. മാറങ്ങോട്ട്. ഡോക്ടർ ആള് കൊള്ളാലോ, കാണുന്ന പോലല്ല. അതിലും കുഴപ്പമാണോ? ചിലപ്പോഴൊക്കെ. ഹായ്, ആരത്? നേവിക്കാരൻ പയ്യന് ധീരജ്. അവനുമായിട്ടൊരു അടുപ്പം തുടങ്ങിയിട്ടുണ്ട്. നസീബിനെ കുറിച്ച് അറിയാൻ അതും ഒരു മാർഗമാണ്. ആ പയ്യന് നല്ല ആറ്റക്കോയോട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതെ. ஓ, அந்த இவர் அனுப்பிச்சி விட்ருப்பாரோ, மெயினான ஆள், ஆஃபீஸரு. யூ ட்ராப் பண்ணுது. ആ നേവിക്കാരൻ പാസഞ്ചറുടെ പേരെന്താ? Naseeb Imam. பிரதர் போடுது. ആ പ്രതീക്ഷയും പോയി. ആരുടെ കണ്ണിൽ പെടരുതെന്ന് വിചാരിച്ചോ അവന്റെ മുന്നിൽ തന്നെ വന്ന പാടെ ചാടിക്കൊടുത്തു. ചെക്കൻ വിവരം അറിഞ്ഞു, നാട് വിട്ടു. അതിനവൻ നാദിറയുടെ ബ്രദറാന്ന് ഉറപ്പൊന്നുമില്ലോ, വെറുതെ കക്ക കിടന്നങ്ങ് മോങ്ങ. പിന്നെ എന്തിനാടാ അവൻ ധീരജ് എന്ന് പേര് മാറ്റി പറഞ്ഞത്? എന്തിനാ ആറ്റക്കോയോട് എന്റെ ഡീറ്റെയിൽസ് ചോദിച്ചത്? ആ പയ്യൻ 10 ദിവസത്തെ ലീവിന് പോയതാ, അല്ലാതെ മതിയാക്കി പോയതൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ഓന്റെ ബാപ്പാന്റെ പേര് ജാഫർ ഇമാം. அந்த பொண்ணை அனுப்பிச்சிருக்கணும். ഒരു 10 ദിവസത്തേക്ക് നീ സമാനായിട്ടിരിക്കും. ആ ചെറുക്കം വരുന്നവരെ തൽക്കാലം നീ 5 വർഷം കേട്ടവള് റെസ്പോണ്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ഇൻസിഡന്റ് പറ. படம் சொல்லுவா, ரொம்ப வெயிட் பண்ணுகிறேன். തുടങ്ങിയവന്റെ കിളി. ഞാൻ ആലപ്പുഴ സ്പോർട്സ് ഡിവിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബോംബ് പൊട്ടിയത്. ആരാ? ജോസഫാ? ആരാ? പറയാം. അഹമ്മദ് കുട്ടി, ഡിവൈഎസ്പി ഓഫ് പോലീസ്. അയ്യോ സാറ് പോലീസായിരുന്നോ? സോറി, കണ്ടപ്പോ അങ്ങനെ തോന്നിയില്ല. വിട് വിട് വിട്, തോക്കൊന്നും വേണ്ട. നാദിറ എവിടെ? ആര്? നാദിറ ഇമാം. எங்கே ஓடி போயிட்டு இருந்தது வந்தாலே பயமா இருக்கு. இது மேக்கப் போடாம தான் இருக்குல்ல, அந்த एनिमे विलन மாதிரி இருக்கு. अब मैं सिर्फ 15 साल की नहीं रही. आप शांतनु को सिर्फ इस बात की सजा नहीं दे सकते कि मैं उससे प्यार करती हूँ या वो मुझसे प्यार करता है. मैं शांतनु के साथ जा रही हूँ. मुझे वापस लाने की कोशिश भी मत की. ഇടിക്കാതെ പറയണം. ரொம்ப கஷ்டப்பட்டு அடிக்கிறாரு. नादिरा, कहाँ हो तुम? शांतनु वहाँ है या नहीं? अरे ये बताओ तुम हो कहाँ? शांतनु को फोन कीजिए. ஒரு ட்ரிக்கோ அந்த பொண்ணுக்கு. அந்த பொண்ணால கண்டுபிடிக்க முடியாது சொல்லிட்டு ஓடி போறேன்னு சொல்லிட்டு இவங்க கண்டுபிடிச்சு, ஓகே இந்த லொகேஷன்ல தான் இருக்காரு. கை கொடுங்க தம்பிகள்.
स्पीकर ऑफ ओह शांतनु, क्या इन्होंने तुम्हें चोट पहुंचाई? नहीं। तुम्हें ढूंढ पाना ये मुश्किल था, लेकिन अब्बा के लिए ஆமாடா ये रास्ता चुनना पड़ा। அந்த பொண்ணு கண்டுபிடிக்க முடியலன்னு தான் செம்மல்ல நம்ம பேசுறது அவங்களுக்கும் தெரியணும்ட்டு ஹிந்தியில் பேசுகிறேன். मुझे जो भी कुछ कहना है वो उस सीढ़ी में है। अगर तुम्हारे दिल की हालात भी मेरी जैसी हैं तो मैं तुम्हारा इंतजार करूंगी। करूं या नहीं? जरूर। बस करो नादिरा। पापा, मैं कहीं लापता नहीं हुई, अजमेर शरीफ गई थी और अब घर वापस आ गई। என்ன வேலை பார்க்க வச்சிருக்கீங்க சார்? என்ன இல்ல அவர் ஒழுங்கா போயிட்டு பொண்ணு नादिरा को ले जाने आए हो? കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാനിവിടെ വന്നിട്ടില്ലല്ലോ. ഇതിപ്പോൾ സാറിനെ പോലും ബുദ്ധിമുട്ടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇവളെന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതുവരെ വരിക എന്നത് എൻ്റെ ബാധ്യതയാണ്. ആഫ്റ്റർ ഓൾ are we all not men of honor, sir? ओह नादिरा, मेरी इजाजत बगैर तुम इसके साथ नहीं जा सकती हो। तो जा भी सकती है मेरे मरने के बाद। കാത്തിരിക്കും എന്ന നിന്റെ വാക്ക് അതാ എന്നെ ഇവിടെ എത്തിച്ചത്. मैंने कहा था ना, जाना है तो मेरे मरने के बाद। और अगर तुम्हें जाने की इतनी जल्दी है तो मैं वक्त से पहले मरने को तैयार हूं। नहीं अब्बा, मैं आपकी इजाजत के बगैर नहीं जाऊंगी, कि मरने के बाद भी। और ये मेरा वादा है। आप मेरे इंतजार पे सवाल नहीं उठा सकते। जितने दिन नादिरा इंतजार करेगी उतने दिन तुम्हारे लिए मेरी नफरत बढ़ेगी। आपकी सोच एक दिन बदल जाएगी सर, जिस दिन आप ये समझेंगे कि मैं कौन हूं और मेरी सच्चाई क्या है। என்னடா பிரச்சனை இருக்கு? ஐயோ நம்ம வடக்கான பார்க்குற மாதிரி அவர் நம்ம ஒன்றும் இல்லை. जवाबी खून का सवाल है, थोड़ा वक्त तो लगेगा। मैं समझता हूँ। एक दिन अब्बा जरूर मान जाएंगे। वो दिन कब आएगा मुझे नहीं पता। मुझे कोई हक नहीं है कि मैं तब तक तुम्हें इंतजार करने के लिए मजबूर करूं। लेकिन हाँ, இது பேசும்போது அந்த 80s மியூசிக் பேக்ரவுண்ட் வந்து அந்த சீக்வன்ஸ் அதுல மச்சான் அந்த இதுல சீட்டா முல்ல அதான் எனக்கு டப்பிங் வரும். அவங்க அப்பா மேல இருந்து தண்ணி ஊத்திடுறாங்க. ഇതിനെ കാത്തിരിപ്പ് എന്നല്ല, കാത്തു കാത്ത് നടപ്പ് എന്ന് പറയും. അതായത് ഈ മുട്ടനാടിന്റെ പുറകിലത്തെ സാധനം ദിപ്പ വീഴും കരുതിയിട്ട് കുറുക്കൻ നടക്കില്ലേ, അതാണ് ഇവന്റെ അവസ്ഥ. ഈടാ തന്തക്കാവടിക്ക് പ്രാന്ത, മോൾക്ക് അതിനേക്കാൾ വലിയ പ്രാന്ത. അതിന്റെ ഇടയിൽ കൊണ്ട് സ്വന്തം ലൈഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോകുന്ന നിനക്ക് മുഴുത്ത പ്രാന്ത. പൊട്ടം കാണാറുന്നല്ലാണ്ട് വേറെന്ത് വിളിക്കുവനെ? എടാ ഒരു ഉറക്കത്തിലെ ഹമാം ഇമാമല്ലേ? ആ അത് തന്നെ ഇമാം. അയാൾ ഒരു ഇടിവെട്ട് അറ്റാക്ക് എന്റെ പൊന്നുമോനെ അവസ്ഥയുണ്ടല്ലോ. എന്നാടാ ഇങ്ങനെ ഇത് പൂവിന്റെ പേര്? ആന്തൂറിയം. അത് തന്നെ ആന്തൂറിയം, അതാണ് നിന്റെ അവസ്ഥ. ഇനി മൂത്ത് നരച്ച് ചാവാൻ നേരത്ത് ആ കളവൻ സംഭവിച്ചു എന്നിരിക്കട്ടെ, അപ്പോഴോ സ്വാമിയെ ശരണമയ്യപ്പ. അതിനുവേണ്ടി മാത്രമാണ് അല്ലടാ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കാൻ. എന്റെ അറിവിലെ ഈ ഒന്നിക്കാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒറ്റ അർത്ഥേ ഉള്ളൂ. ഇനി ഹിന്ദിയിൽ കുന്തി വല്ല ആയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അല്ല സാറേ, ഓള് പിന്നെ ബോംബൊന്നിട്ടില്ല. ബോംബിടാൻ അവളെന്തോ കണ്ണൂര് കാര്യം. അതല്ല സാറേ, ഓൾ അങ്ങനത്തെ വിളിച്ചിലും പറച്ചിലൊന്നും ഉണ്ടായില്ല. പിന്നീട് 3 വർഷത്തോളം ഫോൺ വിളി ഉണ്ടായിരുന്നു.
ഇടയ്ക്കിടയ്ക്ക് ഓരോ CD വരും. അവളുടെ ശബ്ദത്തിലുള്ള കുറച്ച് സൂഫി പാട്ടുകളും പിന്നെ പ്രണയത്തെക്കുറിച്ച് സൂഫിസത്തിലുള്ള ചില വട്ടുപിടിപ്പിക്കുന്ന കോട്ട്സും. പക്ഷെ അവസാനം വന്ന CD-യിൽ അവളുടേതായിരുന്നില്ല ശബ്ദം. मैं जाफर इमाम बोल रहा हूँ. तुम जानते हो कि अगर दूर दूर से तुम नादिरा की जिंदगी में दखल नहीं देते तो तुम्हारी ये झूठी मोहब्बत ताश के पत्तों की तरह बिखर जाएगी. इसीलिए तुम बहाने ढूंढते रहते हो उसे अपनी याद दिलाने की कि नादिरा को बार बार तुम्हारी याद आए. लेकिन आइंदा तुम नादिरा की आवाज नहीं सुन पाओगे, मर जाओगे इंतजार करते करते. ഇനി നീ ഒരിക്കലും അവളുടെ ശബ്ദം കേൾക്കണ്ട മലയാളി തെണ്ടിന്ന്. ഇപ്പൊ 2 വർഷമാകുന്നു. ஸ்டார்டிங் அந்த தம்பிகிட்ட சொல்லியிருந்தார்ல ரெக்கார்டு ஹோல்டர். ഫ്രീ ഡൈവിംഗിലെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. அப்போதானே நியூஸ் பேப்பர்லாம் ஆக முடியும். കാറ്റ് പോകുന്ന ആ ചടങ്ങ് ഫോട്ടോ വാർത്തയായാൽ അവൾ കോണ്ടാക്ട് ചെയ്താലോ എന്ന് കരുതി. വാർത്തയായി. டப்புன்னு அங்கேருந்து திரும்பி பார்த்தா விஜய் சேதுபதி வாலாயின்னு എന്തെങ്കിലും ഒരു വിവരം അറിയാനുള്ള അവസാനത്തെ മാർഗമായിരുന്നു അവൻ. നസീബ്. ഇനി അവള് വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അതിനവള് മരിക്കണം. അല്ല ഇനി അങ്ങനെ വല്ലതും ഒന്ന് പോടോടുത്തു. അതുകൊണ്ടാടാ പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് ഷട്ടറിടല്ലോ. എന്താണ് ഒന്നുമില്ലടാ, ഞാനിങ്ങനെ 10 ദിവസത്തെ കാര്യമല്ലേ, ചെറുക്കം വരട്ടെ. ചവിട്ടി ചുമരി കയറ്റിട്ടാണെങ്കിലും പറയിക്കാൻ അവനെ കൊണ്ട്. നിന്റെ കൂടെ വരേണ്ടത് ഫോട്ടോസിലേക്കാണ്. ഞാൻ ഫോട്ടോസിലേക്കാണ്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി. இது படம் முடிஞ்சதுக்கப்புறம் இந்த கொரியன் ரீமேக்கான்னு பாரு. சர்ச்சி பண்ண மாட்டாங்க அந்த மாதிரி. இல்லை ஆல்மோஸ்ட் அந்த மாதிரி தான் இருக்குல்ல. இந்த சாங் தான் நல்லா எமோஷனலாக கொண்டு போயிடுவாங்க. குரலை கண்டுபிடிக்கத்தான் அந்த த்ரில்லர் அப்படிதான் போச்சு. இப்போ நான் ஏது நம்பர் சூரிய அந்த பொண்ணு செத்துச்சான் யாருக்குமே தெரியாம. ஒரு கட்சியில தான் ஒரு தெரிய வந்தோம். சரியா காமிக்க மாட்டாங்க. பையன் வரல போலடா தம்பி. എന്തായി വന്നാ? എന്തായിന്ന്? ഒന്നും ആയില്ല കോയ. അവൻ വന്നില്ല. അവൻ വരാൻ വേണ്ടി അല്ല പോയത്. ഞാൻ നിങ്ങളെല്ലാരും കൂടി കളയടാ. അപ്പൊ ശരി. இது பாக்கணும்டா. நீன் படி மட்டும் இருந்தது. ஆனால் ஃபேஸ்புக்லையும் தேடுறாருல்ல அந்த பொண்ணு வச்சு. കുറ്റിയെ കിട്ടിയ ആടിന്റെ മാതിരി ഒരു വാക്കിന്റെ പുറത്തുനിന്ന് വട്ടം തിരിഞ്ഞ് ഇപ്പതേ ഒന്നുമില്ല. സ്നേഹത്തിലെന്നല്ല ഒന്നിലും ഒരാളും ഇത്ര 100% ഓണസ്റ്റ് ആവാൻ പാടില്ല. എന്റെ ലൈഫിന് അത്രയ്ക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. വിട്ടേക്ക്, അത് കഴിഞ്ഞല്ലോ. അല്ല അപ്പോ എങ്ങനെയാ? നിന്നിട്ടെന്താ, പോയിട്ടോ.
നിനക്കത് പാടാൻ പറ്റുമോ? നീ നന്നായിട്ട് പാടുമല്ലോ. പ്രിയമുള്ളവരെ, സംഗീത പ്രേമികളായ ദ്വീപ് നിവാസികളെ, ഇത്രയും നേരം നമ്മൾ കൊതിയോടെ കാത്തിരുന്ന ആ ഗാനം, ആ ഒരുത്തി അവളൊരുത്തി, ചേറ്റുവാൾ ഷാജഹാൻ സാഹിബ് അവറുകൾ. പ്രിയപ്പെട്ട സംഗീത പ്രേമികളെ, നിങ്ങളെ പോലെ തന്നെ എനിക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ ഗാനം, ആ ഒരുത്തി അവളൊരുത്തി, എന്റെ ആദ്യ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ഞാൻ എഴുതിയതല്ല, എന്നിലേക്ക് ഒഴുകി വന്നതാണ്. ഇന്നിവിടെ ഒരു പുതുമുഖ ഗായികയാണ്, പക്ഷേ നിങ്ങൾക്കേറെ പരിചയമുള്ള ഒരു മുഖവുമാണ്. ഈ സംഗീതവേദിയിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു മിയാൻ കോയ. பாட போறது இல்ல, அந்த பொண்ணு அவன் நிம்மதியாக வாழ விட மாட்டான் போடுறாங்க. പാടിക്കോളൂട്ടാ. പണി പറ്റിച്ചിട്ട് അങ്ങനെ പാടൂ. ഇങ്ങനെ പാടുന്നത് കേൾക്കാലോ. ഒരുത്തി അവളൊരുത്തി പാൽ മണക്കും കതിരൊരുത്തി, ഈയൊരുത്തി ഇവളൊരുത്തി പാലൊഴുകും ചിരി പരത്തി. ஆனால் அந்த கச்சேரியில் வாசிக்கிற மாதிரியே போட்டுருக்காங்க மியூசிக்கு. சிம்பாலிக்காக சொல்றாங்க போல. இல்ல தமிழ்ல நான் வந்து பல நடிக்க போகிறேன், பண்ண வந்து திட்ட போகிறேன். നിങ്ങൾക്ക് എന്തിനു സൂക്കടാ പെണ്ണുപിള്ളേ? പല സൂക്കേടും കാണും. കോയെന്താ ഉദ്ദേശിച്ചത്? എന്നെ കൊണ്ട് അധികം ഉദ്ദേശിപ്പിക്കരുത്. നിങ്ങൾ ഒന്ന് ഫോ മൂത്തോനെ. നീ ഫോ ജമാലെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഡോക്ടറെ പണിയെടുക്കാൻ വന്നാ അത് ചെയ്താൽ മതി, കൂടുതൽ ബലമുണ്ട. ഈ കയ്യടിയും ബഹളമൊന്നും നിന്റെ പാട്ടിനെല്ലാം നിനക്കറിയാം. ഞാൻ പൊട്ടലൊന്നുമല്ല. ഇവളുടെ ഇഷ്ടം അറിയുന്ന നാട്ടുകാരുടെ സപ്പോർട്ട് തന്നെയാ താൻ കണ്ടത്. ഓളുടെ ഇഷ്ടം ഇഷ്ടക്കേടും തീരുമാനിക്കണത് നിങ്ങളാ. അത് വീട് പോയാ അതിന് മാത്രം ബന്ധമുണ്ടായേ. ഇഷ്ടവും സ്നേഹവും എന്നൊക്കെ പറഞ്ഞ് എന്താന്ന് പഠിക്കണോ ആദ്യം. ഇയാൾക്ക് അറിഞ്ഞുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഒരു മിനിറ്റ്, സത്യത്തിൽ മോളായ ഡോക്ടറാണോ അതോ സ്നേഹം പഠിപ്പിക്കാൻ വന്ന ടീച്ചറിനോ? മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല, ഞങ്ങൾ കുറച്ച് പ്രണയം പഠിക്കുക. ഇയാൾ വിട്ട് അടുത്ത വിളിച്ച പാട്ടുണ്ടാക്കാൻ നോക്ക്. അതെ, ഒരൊറ്റ കൈവിട്ട നിമിഷത്തെ തോന്നലിന് ഒരാളെ നെഞ്ചി കയറ്റി വെച്ച് ജീവിതം മെതിക്കുന്നതാണോ നീ പറഞ്ഞ സ്നേഹം? ഈ കുട്ടി 2 വർഷമല്ലേ ആയുള്ളൂ. 10-14 വർഷം വെയിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് ഒടുക്കം ജീവിതം പോകുകയാണെന്ന് അറിയുമ്പോ പ്രാന്തായി പോയവരെ എനിക്കറിയാം. അപ്പോഴേക്കും ലൈഫ് ആവി, നീരാവി. എന്റെ പൊന്നു മോളെ, എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക, ഈ ഒരൊറ്റ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ലൈഫ് വേസ്റ്റ് ആവുമെന്ന് വിചാരിക്കുക. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത്രയ്ക്ക് ക്ഷാമമാണോ? ഈ ഒരു വാക്ക് നീ മേല മിണ്ടിന്ന് ഞാൻ അറിഞ്ഞ അക്കറിയായി വെക്കന്നെ അറിഞ്ഞൂടെ. ഞാൻ കുറഞ്ഞിട്ടൊന്നുമില്ല. പ്രേമത്തിനെ പറ്റി ആധികാരായിട്ട് നിനക്ക് വന്നല്ലേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായി. அக்காவுக்கு கல்யாணம் பண்ணி வைக்கலான்னு வந்தா குஸ்ட் டான்ஸ் பண்ணிட்டியா? അപ്പോ അത്രയൊക്കെ ഉള്ളു അല്ലേ? நல்லா இருக்கும். இப்போ വെയിറ്റ് പണി നമ്മൾ ഇന്നലത്തെ എന്റെ ഡിപ്രഷൻ അവസ്ഥയൊക്കെ ഞങ്ങൾ പറഞ്ഞു. சொல்லிட்டாங்களா? மாமா அதே குடு. என்னடா அடுத்த சீனே ஒரு நேரம் போயிடும் நினைச்சிட்டேன் நான். അബ്ബാ, വാക്കിന് ജീവന്റെ വില കൊടുക്കുന്ന ഒരു നവാബിയൻ ഹാങ് ഓവർ ഒന്നും അല്ല അത്. मैंने कभी आपसे पूछा नहीं, आप इस कदर हमारे खिलाफ क्यों हैं? क्योंकि वो एक हिंदू है? गलत। मेरे नेवल बेस पर मेरा जूनियर ऑफिसर मेरी 15 साल की बेटी के साथ ऐसी हरकत करे, ये मैं कभी माफ नहीं कर सकता। जब आपकी शादी हुई थी तब अम्मी जान सिर्फ 15 साल की थी।
क्या आपने उन्हें किस करने के लिए उनके 18 साल पूरे होने का इंतजार किया? बंद करो ये बकवास। वो पुराने जमाने के रिवाज थे। अपना सूटकेस पैक करो, कल हम यहाँ से रिवर्स पिल्ला தண்டர் ரிட்டர்ன் லைட்னிங் ரிட்டர்ன் வச்சு விட்டுச்சு. அது என்னங்க அந்த காலத்து பேட்ச்ல இருந்தாங்க 15 வயசுல கல்யாணம் பண்ணிட்டு. अरे टैक्सी क्यों बुलाई? मैं तुम्हें एयरपोर्ट खुद ड्रॉप कर देता। टैक्सी मैंने बुलाई। नादिरा, घबराने की जरूरत नहीं है। मैं केरला नहीं अजमेर जा रही हूँ। वहाँ एक सूफी सेंटर में मुझे टीचर की नौकरी मिल गई है। क्या बात कर रही हो? अगर आपका इरादा बदल जाए तो आप मुझसे मिल सकते हैं। दीदी ये बात तुम पर भी लागू होती है। தேவையில்லாம இந்த பொண்ணு ரூல்ஸ் போட்டு போட்டு லைஃப் ஸ்பாயில் பண்ணி. मैंने सोचा कोई भी कदम उठाने से पहले आपको एक बार खबर कर दूं। मैं शांतनु को अजमेर ले जा रहा हूँ। मैं उनकी शादी करा दूंगा। शादी? तुम कौन होते हो उसकी शादी कराने वाले? नादिरा इमाम का भाई। जब बाप जिंदा ना रहे तो बहन की शादी भाई की जिम्मेदारी होगी। അപ്പോൾ ഇനി ഭയങ്കരமா കാട്ടിട്ട് அப்படியே லோ എന്നാ பண்ணிடுறாங்க. പോകും അജ്മേർ அவர் നീ തോക്കുള്ളൂ നസീബ്. ഈ அவர் ப்ராமிஸ் பண்ணிட்டார்ல. സത്യത്തിൽ ജാഫർ സാബിനല്ല, നിന്റെ ദീദിക്ക്. അവളുടെ വാക്കിന് നൽകുന്ന വില, എന്നോടുള്ള സ്നേഹം പോലും പഴയൊരു വാക്കിന്റെ വില. ഇനിയിപ്പോ ഞാൻ നിന്റെ കൂടെ വന്നു എന്ന് തന്നെ വെക്കുക, അബ്ബയ്ക്ക് കൊടുത്ത വാക്കിന്റെ പേരിൽ എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കില്ല അവൾ. ഏതായാലും നീ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. കാത്തിരുന്നോളാം. എന്തായാലും ഷട്ടർ ഇടണ്ടെന്ന് ഉറപ്പായല്ലോ, അത് മതി. ഇൻ എനി കേസ് ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ഷോട്ട്. ബൈ. എന്തായി ചെറുക്കൻ എന്ത് പറഞ്ഞേ? ഒന്നുമില്ല കോയ, അവള് സുഖമായിട്ടിരിക്കുന്നു, അത്ര അല്ല അത് കേട്ടാ മതി. എന്തായാലും മറ്റേ ലൈൻ കാര്യമുണ്ട്. ഇന്നലത്തെ ഡയലോഗ് ജോറായി. അത് കേട്ടിട്ട് ദുവാന്റെ മനസ്സ് കുറച്ചൊക്കെ മാറിയിരിക്കുക. കൽപ്പന എന്നുള്ളൊരു പ്രൊപ്പോസലിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഒരു എഞ്ചിനീയർ. ഓള് ബാധ സമ്മതത്തിൽ. എടാ മഹാഭാവി, വല്ലാത്തൊരു ചെയ്തായി പോയടാ. എന്റെ കോയ, അത് ഞാൻ ഇന്നലത്തെ ഒരു മൂഡിൽ എനിക്ക് ദൂരം കാണണം. ആ എന്നല്ല അറിഞ്ഞി നേവിക്കാരൊക്കെ ഇതെന്നെ കേട്. നാളെ ഉച്ച കഴിയാതെ പോലെ ഒറ്റ വോട്ടും കരക്ക് പോകണ്ട. എന്തോ സെക്യൂരിറ്റി പ്രോബ്ലം പോലും. സ്പോർട്സിലെ 2 ബോട്ട് നേവിക്കാർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഇന്ന് രാത്രി കോഴിക്കോട് പോകേണ്ട മഞ്ജു നാളെ ഉച്ച കഴിഞ്ഞ് പോയാൽ മതി എന്നാ ഓർഡർ. Good evening, doctor. I'm Captain Rajan Chose. അടുത്ത 48 hours-ൽ എന്തെങ്കിലും മെഡിക്കൽ ഇവാക്യുവേഷൻ ഉണ്ടെങ്കിൽ you should inform us. That's all. എന്താ സർ പ്രശ്നം? Sorry, I can't disclose to you. Thank you. ബമ്പനെ 4 ചായ എടുത്തു. ഞാന് ഷിപ്പിന്റെ ഷെഡ്യൂൾ ഒന്ന് നോക്കിയിട്ട് വരാം. ഓ എടുത്ത് തൊള്ളടാ. എന്താടാ അവളിപ്പോ അജ്മീറിലല്ലേ? അവൾ സിമോളുടെ തന്തയുടെ അല്ലേ? ഇതിനാഗ്രഹമില്ല. ജാഫർ ഇമാം സ്പീക്കറിലേ. मैं जाफर इमाम बोल रहा हूँ। मेरी बेटी को यह गलत फहमी है कि बनने से पहले मैं तुम्हें कबूल कर लूंगा। वो और बाप होते होंगे जो मरते मरते अपने ख्याल बदल लें। मैं उनमें से नहीं हूँ। मेरा बेटा भी तुम्हारी तरफ झुक गया है, इसके लिए तो मैं पहले ही मर चुका था। अब हाल ये है कि हम और इंतजार नहीं कर सकते। सबके लिए हमें एक फैसले पर पहुंचना बहुत जरूरी है। अब मैं तुम्हें एक मौका देता हूं। कोची आ जाओ। नादिरा और मैं कोची में हैं, लेकिन सिर्फ 24 घंटों के लिए। कल अय्यो पहुंच जाऊंगा। तुम नहीं आओगे। मैं आऊंगा।
कैसे आओगे? तैर के 218 nautical miles और अगले 4 दिनों के लिए कोई किराए के जहाज नहीं चलेंगे। और अगर बोट से आओगे और अभी चल पड़ो फिर भी तुम्हें 42 घंटे लगेंगे। मैं तुम्हारा बेसब्री से इंतजार कर रहा हूँ। मेरे बच्चों तक ये खबर नहीं पहुंचनी चाहिए। मंजूर है तुम्हें? मैं तुम्हारा इंतजार बेसब्री से करूंगा। சரியான சைக்கோ வர முடியுது. ഏതായാലും ഇനി ഇവിടെ നിൽക്കട്ടെ. എന്താ പ്രശ്നം? അയാൾ എന്താ പറഞ്ഞത്? പറയാം. ഇതൊരുമാതിരി വല്ലാത്ത കെട്ടിപ്പാറ പോയപ്പോലോ ഈ വെല്ലുവിളി. ഒരേ ഓപ്ഷൻ ഇതിൽ അതെ. ஆனால் அதான் அலோடு இல்லை. அந்த டாக்டர் பர்மிஷன் எமர்ஜென்சினா போகணும்ல. ஆனால் அது அந்த ஆள் பார்த்துந்தானே வெளிலேருந்து. அதான்டா மெடிக்கல் எமர்ஜென்சினா அனுப்பிச்சு தானே ஆகணும். அதை அந்த கேப்டன் கிட்ட சொல்லி அனுப்பு. யார் போறதுன்னு என்கிட்ட சொல்லிட்டாங்க. எனக்கு தெரிஞ்சு ഒരു വാളണ്ടിയർ കൈക്കാൾ ഓഷന്. അതെ, നീ നാളെ പോകുന്നില്ല. എന്ത് കോപ്പം? തന്തേ മോളും വന്ന വഴി അങ്ങ് തിരിച്ചു പോകും. നീ പോയില്ല വെച്ച നാളെ അവള് വേറെ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. പ്രത്യേകിച്ച് അവക്ക് ഈ വെല്ലുവിളി വള്ളി കെട്ടൊന്നും അറിയൂലല്ലോ. അതെ, എന്തായാലും മുങ്ങി ചാവണേക്കാൾ നല്ലത് കാത്തിരിക്കണം തന്നെയാ. അതെ, 24 മണിക്കൂർ അവന്മാർ കിടന്ന് ഓടി വേർക്കിട്ടെന്ന്. காத்திருப்பு பத்தி அவ்வளவு பேசுங்க. முன்னாடி ആർക്കും ഒരു അപകടവും ഇല്ല. നീ പറഞ്ഞ പോലെ ഇതൊന്നും അറിയാതെ അവൾ തിരിച്ചു പോകാൻ പറ്റിയ കളി നമ്മ ജയിക്കും സാറ്. അകത്തി ദ്വീപിൽ ഒരു കക്ഷിയ, എന്റെ ചങ്ങാതിയ. ആൾക്കൊരു യാട്ടുണ്ട്. റേസിന് പോണ വമ്പം കക്ഷിയ. നാളെ കൊച്ചി വരെ ചെല്ലാന്നൊരു ബെറ്റാണെന്നേ പറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം രൂപ ചോദിച്ചു, 2 ഉറപ്പിച്ചു. കുഴപ്പമുണ്ടോ? കുഴപ്പോ? എന്ത് കുഴപ്പം? ബാക്കി പറയാ. ഓൺ വെളുപ്പിന് 5 മണിക്ക് റീഫിനപ്പുറത്തെ 2ാമത്തെ ബോയിൽ വരും. അവിടം വരെ ഫൈബർ ബോട്ട് തുളഞ്ഞു തന്നെ പോണം. വൈകിട്ട് 5 മണിക്ക് മുമ്പ് കൊച്ചിയിൽ എത്തിക്കാൻ ഏറ്റിരിക്കുക. പിന്നെ 5 മണിക്ക് യാർഡിലെത്തണമെങ്കിൽ നമുക്കൊരു 2 മണിക്കെങ്കിലും ഇറങ്ങണം. ഞാൻ വരാൻ കൂടെ. വെള്ളം കയറുന്ന സമയമാണ്. നീ ജയിച്ചില്ല പിന്നെ ആര് ജയിക്കാനാ? വിശ്വാസേ, നീ ഇപ്പൊ തന്നെ നിന്നെ ഫൈബർ ബോട്ട് കൊണ്ടുവന്ന് വടക്കൻ തലക്ക് കിട്ടും. പിന്നെ ആ മൂലയാള പോസ്റ്റിൽ ഒരു ബൾബ് കത്തണ്ട, അത് അടിച്ച് പൊട്ടിച്ചാണ്. നമ്മുടെ പുറകെ തന്നെ കൂടിയിരിക്കുക. ரொம்ப சீரியஸா இருக்கா? பீக் லெவல் போகுதுல. த்ரில்லர் இப்பதான் வந்து இல்லச்சட்ட போட்டுன்னு யாருக்கு தெரியாது. லைட்ல இமான் எவ்வளோ பெரிய இன்ஃப்ளூயன்ஸ் இதில். லக்ஷதீப் டு கொச்சி, இப்படி டிராகன் ஸ்டோன் டு இன்ஸ்லாண்டிங்கா. இப்போ வந்து கல்லட்டை பிளாக் பண்ணி வச்சுக்கிறாங்க. ശരിയാ, മഴയുള്ളെന്തായാലും അവന്മാരെ പെട്രോളിൽ ഒന്നും വഴിയില്ല. ശരിയാ. கேமரா மேல தூக்கி இருக்கான். டிராகன் வந்துச்சுன்னு நினைச்சேன். உட்காந்துக்கிறானுங்க. അവൻ വിളിക്കുമ്പോ എന്നെ വിളിച്ചാ മതി. யாரும் தெரியல. இவரும் நல்லா போ இந்த ரோல் பண்ணியிருக்காருல. ഹലോ, മാറ്റിക്കണാங்களா? പേപ്പറും പെർമിറ്റൊക്കെ നോക്കിയിട്ട് നാളെ ഇടാൻ പറ്റുള്ളൂ. പാതി വഴിയെ പരീട് വിളിച്ചുകൊണ്ട് ഞങ്ങൾ തിരികെ പോകും. അവള് പോട്ടെ, അവള് തിരിച്ചു പോട്ടെ. നിങ്ങൾ പറഞ്ഞ ശരി. പോയില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തിനാ കോയ ഇവരെ ഇപ്പൊ വിവരം അറിയിച്ചത്? രാവിലെ പറഞ്ഞാൽ പോരായിരുന്നു. അതെ, നേരം വെളുക്കാറായി. നിങ്ങൾ പോയിക്കോ. പോട്ടാൻ തീരുമാനിച്ചു. പോണം. കളിക്കേണ്ടി വരും പഴയതുപോലെ. ഞാൻ ഉദ്ദേശം ഇവാക്യുവേഷൻ. ஏன்னா அவருக்கு தெரியும். രോഗി ഇവനാണ്.
ആ പിശാച് ഷെറിൻ കറക്റ്റ് സമയത്തിന് നീ കയറി ഉടക്കുകയും ചെയ്തു. രാജീവും കോയം പോലും അറിയരുത്, എന്നാലേ അവർ നാച്ചുറലായിട്ട് റിയാക്ട് ചെയ്യും. ஆமாடா அதான் வந்துட்டேன் நான். അയ്യോ ഓടിവാ, പോലീസിലേക്ക് ഓടിവാ, വേഗം. അയ്യോ ഓടിവരേ, രക്ഷിക്കണേ. ശരണം വിളിച്ച മാതിരി. അയ്യോ ഓടിവരേ, രക്ഷിക്കണേ. അയ്യോ ഓടിവരേ, രക്ഷിക്കണേ. உட்காந்து ஜாலியா பண்ணுறேன். അയ്യോ എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്ക്. എന്തിയോ നീ മൈക്കിൽ അലോട്ട് ചെയ്ത് പോയി അലോട്ട് പൈലറ്റിന്റെ അമ്മയുടെ പോലൊന്നുമില്ല. പോയി വിളിക്കണ തെറ്റി, പോയി വിളിക്കണ. சிங்கிள் டேக்டா ரொம்ப நாள் போயிட்டு சமயம் நினைச்சுன்னு അയ്യോ അതിന്റെ വല്ല ആവശ്യം അവനൊരു പ്രാവശ്യം എന്റെ അടുത്ത് പറയായിരുന്നില്ലേ? സൂചന തന്ന് ഞാൻ ഉണർന്നിരുന്നേനെ. കേട്ടുകാരില്ല, കൃത്രിമ ശ്വാസം കൊടുക്ക്. വായോട്ട് വായോട്ട്. സിംഗിൾ ടേക്ക് ഹലോ ഷെറിൻ ചേച്ചി, എവിടെയാ? ക്വാർട്ടേഴ്സിലാ? അതെനിക്കറിയില്ല. ചേച്ചി ഇപ്പൊ ക്വാർട്ടേഴ്സിലാണോ ഉള്ളത്? അയ്യോ ഇവங்க കണ്ടുപിടിച്ചിരുവാங்களோ? ഒറ്റ ഒരാളായി ഉള്ളിലേക്ക് കടന്നു പോകരുത്. அந்த லாங் ஷாட் இருந்து ரெண்டு சைடு போய் கத்திட்டு வந்தாரு. அதுல இருந்து 4 മണിക്കൂർ ഞാൻ തട്ടിപ്പോ തന്നെ പറഞ്ഞത്. ഇന്ന് വെളുപ്പിന് എപ്പോഴും ഓ അപ്പൊ മനഃപൂർവ്വമാണ്. ഊരേ വന്നിരിക്കുന്നു. ഡോക്ടർ നോക്കട്ടെ. എന്താ രാജീവേ, എന്തിന്റെ സുഖേടാ അയാൾക്ക്? എനിക്ക് തുടക്കം മുതലേ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്തു. മൊത്തത്തിലൊരു കൺസിസ്റ്റൻസി ഇല്ലായ്മ. ഞാൻ ചുരുക്കി പറയാം, പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡൻസ് മനസ്സിൽ വെച്ചിട്ട് പ്രജുഡിസ്ഡ് ആയിട്ട് ഇത് കേൾക്കരുത്. രാജീവ് പറ. 14 വർഷമായിട്ടുള്ള ഒരു അഫയർ അവരുടെ. അയ്യോ ഇമാം ഒറ്റൊരാൾ കാരണമാണ് ആ പാവം. அவனுக்கு அவ்வளவு பண்ற പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. നിന്ന കഥാപ്രസംഗം പറയാൻ നിങ്ങൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്ക്. നിങ്ങൾ അവിടെ പോയി ഇരിക്കുന്നുണ്ടോ? ഒന്ന് കൊണ്ടുപോകേ. അഴകാ 3/4 വിഷു സ്റ്റാർല. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്താ Zacharia, what happened? അയ്യോ എന്നോടൊരു വാക്കുപോലും പറയാണ്ട് നൈട്രജൻ കഴിച്ചിട്ടവൻ. അതെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ സെ പൂച്ചോ, പൂച്ചടാ. അതെ അപ്പോ
മരിക്കാൻ വേണ്ടിയല്ല, ഭാഗ്യപരീക്ഷണമാണ്. സുഹൃത്തിന്റെ പ്രേമത്തിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കും. എന്നാ സ്വന്തം പെങ്ങടെ കാര്യത്തിൽ ഇയാളെ എനിക്ക് കാണരുത്. ഒന്ന് പോയേ. ജമാൽ, ഹെലിപ്പാഡിലേക്ക് ഇൻഫർമേഷൻ കൊടുക്ക്. அந்த பொண்ணை அனுப்பிச்சு விட்டுருவா கூட. ഇതുപോലെ ജീവൻ കൊടുത്ത് പ്രേമിക്കാനാണെങ്കിൽ എത്ര പെൺപിള്ളേര് നാട്ടിൽ കിട്ടും. വെറുതെ ലക്നൗ വരെയൊക്കെ പോകേണ്ട കാര്യമുണ്ട്. ഓ സോറി, പ്രേമം എന്നുള്ള വാക്ക് മിണ്ടാൻ പാടില്ല. ഇത് കാഷ്വാലിറ്റി ആണ്. പുറത്ത് വെയിറ്റ് ഔട്ട്സൈഡ്. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? ജമാൽ, ഇവാക്യുവേഷൻ ഓർഡർ. No doctor, it's a fake case. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. നിങ്ങൾ ഡോക്ടർ ഒന്നും അല്ലല്ലോ. I'm not a doctor, but I got a Navy doctor with me. Let him examine him. I am the medical superintendent. നേവി അല്ല എനിക്ക് ശമ്പളം തരുന്നത്. And it's my discretion to certify the evacuation. Evacuation is your... നേവി ഡോക്ടർ നേവിക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. Clear out. Doctor, evacuation you can decide. പക്ഷെ ഹെലികോപ്റ്റർ പൊങ്ങണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഞാൻ. അയ്യോ, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് ആരെ പൊങ്ങിക്കോളൂ. പിന്നെ ഹെലികോപ്റ്റർ നേവിയുടെ അല്ല, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ എയർ ആംബുലൻസ് ആണ്. ജമാൽ, കളക്ടറെ വിളിക്ക്. ഇവരടുത്ത ഇടങ്കോലിടുന്ന ഞാൻ നേരിട്ട് പോയിക്കോളാം. സമ പണ്ടായില്ല. Listen doctor, is he really serious? Yes, 100% sure. No sir. Till now I have been obeying your orders as a junior officer. Now I refuse to do it. And also would like to inform you that Indian Navy is not an organization to dance according to somebody's whims and fancies, sir. Jai. ആൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പം തന്നെയാണെന്ന് തോന്നുന്നേ സാജൻ സാർ. ഇവാക്യുവേഷൻ ഓർഡർ ആക്കുന്ന പറയണ. അല്ല, ആശ്വാസായി. നാളെ എനിക്ക് കൊണ്ടോട്ടിൽ പരിപാടിയില്ലതാ. അപ്പൊ പോകുന്ന കൂട്ടത്തില് എനിക്കും കൂടി ഹെലികോപ്റ്ററിൽ പോകാലോ അല്ലേ? ഞാൻ എനിക്ക് പോവാൻ പറ്റുമെന്ന് ചോദിച്ചല്ലോ. Holiday. नहीं नहीं, ये धोखा है. அவருக்கு அவ்வளோ நேரம் புத்தி இல்லையா? கடைசி நேரத்தில் அவருக்கு அறிவு வருது. वो सबको बेवकूफ बना रहा है. आने दो साले को. जैसे आएगा सीधा सलाखों के पीछे जाएगा. साला मद्रासी. अब्बा, ये क्या नया तमाशा है? आप मुझे यहाँ पर ये कहकर लाए थे कि आप शांतनु से बात करेंगे और कोई हल ढूंढेंगे, लेकिन ऐसा तो कुछ भी नजर नहीं आ रहा. मैं एक धोखेबाज के साथ कोई बात नहीं कर सकता. हेलो जो उसने किया है वो गलत है, धोखा है, फरेब है. उसने अपनी जबान नहीं रखी, वादा तोड़ा है उसने. जबान, वादे, ये खेला बंद कर दीजिए. धोखे के पास तो आम है अब्बा. नादिरा, मेरी बात गौर से सुनिए. शांतनु को यहाँ पहुँचना ही पड़ेगा सही सलामत, चाहे वो धोखे से हो या फरेब से. வந்துச்சா இல்லை டேக் ஆஃப் ஆகுதா? வந்துச்சு தான் நினைக்கிறேன். இல்லை இப்போ தான் டேக் ஆஃப் ஆகுது. இப்போ சீன் அண்ணனே வந்து தங்கச்சி நீனும் அதான் பொண்ணு. ஆனால் ஒவ்வொரு வாட்டியும் நீ இப்போ உட்காரணுன்ற கூட்டிகிட்டு போய் போகலாம். பாயிண்ட் கூட அதான் ஒவ்வொரு வாட்டி இந்த மாதிரி சீரியஸாக யாருக்குன்னா ஆச்சுன்னா ஆர்டர் இஷ்யூ பண்ணி ஹெலிகாப்டர் வர வச்சு போடுறாங்க. ரொம்ப ஆக்டிங்
இந்த ஷாட் நல்லா இருந்துச்சுல, ஜுராசிக் பார்க்ல இருந்து. இப்போ போய் தரையிறங்கிட்டோம்பா. എന്തായാലും 24 മണിക്കൂർ തോലച്ചില്ലേ, ഇവനൊരു കുഴപ്പമില്ല, ഞങ്ങൾ അഭിനയിച്ചല്ലേ. എന്തായാലും ഞങ്ങളുടെ കളി കൊണ്ട് നിന്റെ പ്രേമം പൂത്തൊലിഞ്ഞു. ഇവന്റെ പൂക്കൊന്ന് അവിടെ പോയിട്ട് നോക്കാം. ഇരിക്കണ കണ്ടില്ലേ കിഴക്ക്. മറ്റേടത്തെ പരിപാടി പോട്ടോ ഒരു പറഞ്ഞാൽ നീ അഭിനയിച്ചു കൊള്ളാല്ലേ. ഞാൻ ഈ കള്ളിമുണ്ട് കൊടുത്തോണ്ട് കൊച്ചി വരെ ഒരു കുഴപ്പമില്ല. அவங்களே எரிச்சாங்க. സാധിച്ചോടാ കഴിവറ പോലെ. കളിക്കാന്ന് പറഞ്ഞിട്ടല്ലടാ കൂടെ നിന്ന്. ഒന്ന് വേഗം വിടറോ, എന്നെ പൊട്ടനാക്കിട്ട് വേണമായിരുന്നോടോ ഈ ഭരണ കളി. ഈ കാര്യത്തിലൊരു ചാൻസ് എടുക്കാൻ പറ്റില്ല. ഇതോടുകൂടി തീർന്നാലും ഞാൻ ഹാപ്പിയാണ്. அந்த மாஸ்கை வைங்கடா எடுத்து. பாவம் மனுஷன் மூச்சு விட முடியாது, திணற மாஸ்க்ல டைலாக் பேசுது. 4 hours இன்ஹேல் பண்ணி குச்சி ஏர்போர்ட்டா. Yes man. Sub trauma. Will you please shove? He's dying. நல்ல ஒரு ஐடியா தெரிஞ்சுட்டாரா என்ன அவ்வளோ பேசினாரு. அவன் வெளில பார்த்த உடனே இதுவாயிட்டார்ல அவர். जब दिल जला दे दिल की लगी सी, हाँ इश्क है ऐसी बाजी. സൂഫി സെന്ററിലെ റബ്ബി ഒരു തമാശ പോലെയാണത് പറഞ്ഞത്. ഞങ്ങളുടെ പേരുകളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ഒരു ആകസ്മികതയെക്കുറിച്ച്. അനാർക്കലിയുടെ യഥാർത്ഥ പേര് നാദിറ എന്നാണത്ര. സലീം എന്ന പദത്തിനർത്ഥം ശാന്തനായ യുവാവ്. അനാർക്കലി സലീം. എന്തായാലും ഈ ആകസ്മികതയിൽ നിന്ന് മരണത്തെ മാറ്റി നിർത്തിയതിന് ദൈവത്തിന് നന്ദി. പ്രണയം മരണം പോലെ ശക്തമാണല്ലോ. ஸோ நாற்கலி நம்ம சப்ஸ்கிரைபர்ஸ்லாம் அவ்வளோ ரொம்ப நாளாக எதிர்பார்த்துருந்தாங்க. அண்ட் பயங்கரமான ஒரு ரொமான்டிக் த்ரில்லர். சூப்பராக இருந்துச்சு, எனக்கு ரொம்ப பிடிச்சிருக்கு. நல்லா இருந்துச்சு. எஜ் ஆஃப் தி சீட் ஸ்டார்டிங்லேருந்து இந்த ஹோல்டு இருந்துச்சு, எண்டு வரைக்கும் ஹோல்டு. என்னதான் யார் அந்த பொண்ணு, ஃபர்ஸ்ட்ல வந்து சரி எதுக்கு இவரிங்க சுத்தின்னு இருக்காரு, அப்புறம் யார் அந்த பொண்ணு, அதுக்கப்புறம் சேருவாங்களா மாட்டாங்களா, அதுக்கப்புறம் பார்த்தாங்களா இல்லையா, ஒரே போச்சு. அடுத்தடுத்து ஒரு கான்ஃப்ளிக்ட் வந்துட்டே இருக்கு. ஆனால் ஒரே ஒரு டவுட் என்னன்னா, அந்த பொண்ணு வந்து அங்கே என்ன பண்ணுது, அதுதான் ஒரு டவுட் இருந்துச்சு. அதுதான் வந்து சொல்லிச்சு ஏதோ ஒரு டீச்சர், அந்த சுஃபி டீச்சரா இல்லடா, அந்த இவங்க ட்ரைனிங்லாம் எடுக்கிறாங்களா, ஜாகிங்லாம் போறாங்களா, அவங்க இருப்பாங்கடா, கோட்ரஸ் அது இது மாதிரி இல்ல, ஃபேமிலியோட. ஓகே ஓகே ஓகே.
அதுதான் டவுட் இருந்துச்சு. ஸோ ஆனால் என்னதான் நம்ம டப்புன்னு 15 இயர்ஸ் ஷாக் ஆயிடுச்சு. ஐயோ தம்பி புதுசா ஆக்டுப்பா போட்டுருவாங்க பார்த்துருக்கீங்க இல்லை அப்படின்ற மாதிரி தான் இருந்தது. பட் இருந்தாலும் வந்து செம்மையா எடுத்துட்டு போயிருக்கேன். ஐபோன் கொஸ்டின்ல பிஜு மேனன் அண்ட் தீராஜ் அதை யோசிச்சு பார்த்துட்டு இப்போ இதுல பார்க்கும்போது அப்படியே இல்லை எனக்கு மைண்டே இல்லை, நீ சொன்ன பிறகு தான் ஞாபகம் வருது எனக்கு. ஆனால் லாஸ்ட் இது செம்மையா பண்ணியிருந்தாரு. ஹெல்ப் பண்ணுங்க ஐயோ ஏதோ மந்திரம் சொல்றாங்க எவ்வளோ லாங் டேக். அதே மாதிரி வந்து அந்த இது வந்து கொஞ்சம் இதுரா இப்போ லாங் ஷாட் தான் நான் ஓடினே இருக்காங்க கேமரா யாராவது இஷ்டாங்கன்னு வச்சுக்கோங்க அந்த ஜெர்க் இருக்கும் அது இடிக்காம அழகா பேட்டர்ன் ரன் பண்ணி அது கூட விடு. இப்போ நம்ம உள்ள வீட்டுக்குள்ள ஒரு இது இருக்கும் எக்ஸ்போஷர், வெளில ஒரு எக்ஸ்போஷர் இருக்கும், மாறிட்டே இருந்துச்சு. அது எவ்வளோ கஷ்டம் வந்துருக்கு. இல்லை அதுதான் இப்போ நிறைய ஷாட்ஸ் வந்து எப்படின்னா ஒரே லைட்டிங் அப்படியே பேக்லேயே போவாங்க, அவங்க பின்னாடியே சுற்றுவாங்க. ஸோ வந்து அவங்களுக்கு தெரியும் ஏன்னா முன்னாடி நடந்து போகிறாங்க, பின்னாடி நடக்கிறதுக்கான கேப் இருக்கும். இது எப்படின்னா ரொட்டேஷன்லேருந்து ஒரு இடத்துல ஸ்டாட்டிக்காக இல்லை, ரொட்டேஷன்லேருந்து ஏன்னா இடிச்சிட்டாங்கன்னு வச்சுக்கோங்க டப்புன்னு உள்ள ஒரு சீன் வருது, மறுபடியும் வெளியே போகிறாரு. அது ஹைலைட்னா கட்சியில் வந்து அந்த கார் வந்து ஸ்டார்ட் ஆகி போல அதுக்கு ஒரு டைலாக் வச்சுருக்காங்க, சீக்கிரம் ஓட்டுறா காரை. அதெல்லாம் செம்மையா. அவங்க வந்து அவங்க கம்மியாக தான் இருந்தாங்க, ஆனால் இம்பாக்ட்ஃபுல்லாக இருந்துச்சு. என்னன்னா எனக்கு அவங்க வர சீன், அவங்க அப்பா வர சீன்லாம் ஹிந்தி சீரியல் பார்த்த மாதிரி எனக்கு அதை மட்டும் அதுக்கு ஏற்ற மாதிரி வேற மாதிரி அது மட்டும் தான் எனக்கு லேக் ஆகிற மாதிரி இருந்துச்சு. மற்றபடி வந்து சூப்பரா மற்றதெல்லாம் கூட இந்த ஃப்ரெண்ட்ஸ் 4 பேர் சூப்பரா கூடவே டிராவல் பண்ணாங்க, எல்லாத்துக்கும் நல்லா இருந்துச்சு. எல்லாருக்குமே ஒரு ஆர்க் இருந்துச்சு. அண்ணனுக்கு நம்ம யோசிச்சுன்னா ஃப்ரெண்டுக்காக இவ்வளவு பண்றாரு, தங்கச்சி கட்சியில அவருக்கு ஒரு அதே மாதிரி மியாஜாஜோட நான் கூட ஸ்டார்டிங்ல வந்துட்டு கொண்டாத்துல போயிடுவாங்கன்னு பார்த்தேன். இல்ல நான் ஆல்மோஸ்ட் ஒரு 70-80% வரைக்கும் எதுக்கு மியா ஜார்ஜ் போட்டாங்கன்னு யோசிச்சிருந்தேன். ஆனா ஒரு சீன்ல ஆமா நல்லா இருந்துச்சு. அது செம்மையா இருந்தது. நீ வேணா நேவிக்கு வேணா இருந்துருப்பா, நான் இங்க டாக்டர் நான் சொல்றது தான். அவசோ ஹெலிகாப்டர் என்ன இருக்கு, ஹெலிகாப்டர் வந்து கிடையாது, லக்ஷதீப் போடுது, கவர்மெண்ட் ஏர் ஆம்புலன்ஸ் மூட்டு நீ கிளம்பி உடனே அவரு ஒண்ணு சொன்னோடனே ஒரு சுருணை அதுதான். அப்புறம் நான் ஒழுங்கா ஜெய் இந்த அப்படின்னு சொல்லி அவங்க அப்பா கேரக்டர் முறுக்கினா ஈகோ, பயங்கரமான ஈகோ. ஆனா யாரா இருந்தாலும் கடுப்பா இருக்கும். அந்த மாதிரி ஒண்ணு பண்ணிட்டான் ஆர்மில இருந்துக்கிட்டு அப்படின்ட்டு எதிர்த்துட்டே இருந்தாரு. அவன் ஒரு வேர்ல்ட் ரெக்கார்ட் எல்லாம் பண்ணிக்கிறாரு, வேர்ல்ட் ரெக்கார்டு ஓடுறாரு. அவர் சொன்னார்ல யாரா இருந்தாலும் அவன் 15 வயசு பொண்ணு வந்து இப்படி பண்ணிருந்தா தெரியலப்பா. உடனே அவங்க வந்து டப்பு திருப்பி சொன்னாங்க, அது சார் எது எக்ஸ்பெக்ட் பண்ணாங்க. 18 வயசுல கல்யாணம் பண்ணி 18 வயசு ஆற வரைக்கும் வெயிட் பண்ணிருக்காங்க. அதே மாதிரி தம்பி கேரக்டர் நல்லா கொஞ்சம் வெறப்பாவே இருந்தாரு. சரி நானும் புஷ்ட் பண்றாரு போல எல்லாரும் நேரம் கூட இருந்து பார்த்து நின்றுருக்காரு, நோட் பண்ணிட்டு இருந்திருக்காரு. ஆனா அவர் குடிச்சிட்டு பேசிட்டு இருக்கும்போது நோட் பண்ணிட்டு பேசிட்டு போயிட்டாரு. அக்கா தானே அது, அக்கா டைமிங் மிஸ் ஆனது வந்து தப்பான. அடுத்த சீன்ல அவங்க ஃப்ரெண்ட்ஸ் எல்லாம் கூப்பிட்டு வந்துட்டாங்க, தான் பாச்சு. அதான் பெரிய படம் மாதிரி இருந்துச்சு, ஆனா சூப்பரா இருந்துச்சு. 2.5 மணி நேரம் படம், ஆனா ஒரு 2 hours மூவி மாதிரி தான் இருந்துச்சு. இந்த படம்லாம் 2 hours பார்த்தோம், ஆனா அது 3 hours 4 hours மாதிரி இருக்கும். ஆனா இது சஜஷனுக்கு வந்து இது ஒர்த். இதுக்கு வந்து நீங்க எவ்வளவு வேணா சஜஷன் பண்ணலாம். செகண்டா வந்துச்சு, நாங்க ஏன் பார்க்கலன்னு டிஃபீல் பண்ணிருக்கீங்க. பார்த்துட்டோம், ஒர்த்தான மூவி, அருமையான மூவி. என்ன சொல்றது. ஸோ இந்த வாரம் எங்களோட சஜஷன் பார்த்தீங்கன்னா இது ஒரு ரொமான்டிக் த்ரில்லர் தான். இதுலேயும் ஒரு காத்திருப்பு இருக்கும். என்ன நடந்தது, ஏது நடந்தது அப்படின்ற மாதிரி இருக்கும். படத்தோட பேர் நீர் பறவை, வாட்டர் பேர்ட். ஸோ இது இவர் அவர் பேர் என்ன ஆக்டர் பேர் விஷ்ணு விஷால் அண்ட் சுனேனா ஃபேவரட். ஒரு பாட்டு ஒரு பாட்டு தான், மேல் வெர்ஷன் ஃபீமேல் வெர்ஷன் இருக்கும், வேற லெவல் பாட்டு. இன்னும் அது என்னோட லைக் லிஸ்ட்ல இருக்கு ஸ்பாட்டிஃபைல. என்ன பாட்டுன்னு சொல்லிடுங்க. அது வந்து ஸ்டார்டிங் வந்து பறவை ஒன்றுதாங்க. ஒன்று வந்து ஜிவி பிரகாஷ் பாடியிருப்பாரு, இன்னொன்று வந்து அவங்க ஒய்ஃப் சயின்டிஃபிக். ஸோ வந்து செம்ம மூவி. அப்படியே ரிடம்ஷன் ஆஃப் அந்த மாதிரிலாம் நிறையா இருக்கும், த்ரில்லிங்காக. இதே ஜானர் அனார்கலிக்கு ஈக்குவலாக இருக்கும். ஸோ வந்து அது பாருங்க, பார்த்துட்டு எப்படி இருக்குன்னு சொல்லுங்க. பார்த்தோம்னா திருப்பி ஒன்று ஸோ இதுதான் இந்த வீக்கோட சஜஷன். ஸோ நம்ம வந்து இன்னொரு வீக்கில் இன்னும் நிறைய இதே ரேஞ்சில் நிறைய சஜஷன்ஸ் இருக்குது, கண்டிப்பாக அதையும் பார்க்கலாம். ஸோ நான் டிசைட் பண்ணிட்டேன், போல் போட்டுட்டு 4வது 2வது அந்த மாதிரி பார்த்துலாம். கமெண்ட்ஸையும் கொஞ்சம் செக் பண்ணணும். வச்சு இதுலேருந்து எது அதிகம் கவுண்ட்ஸ் எது அதிகம். ஸோ ஓகே கைஸ், நம்ம இன்னொரு வீடியோவில்
ஒரு நல்ல மூவியா, அருமையான ஒரு மூவி வாங்கலாம். until then this edit வெற்றி வர subscribe. Maybe someday you'll have it your way. Maybe someday it'll all work out. Until then, don't